പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ശാന്തിയും സമാധാനവും എന്ന് പറഞ്ഞൊരു ദിവസമാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാം ഓക്കെ ആണെന്ന് കരുതുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ കുറച്ചൊക്കെ ആണെങ്കിലും നല്ല ഭക്ഷണം നന്നായി കഴിക്കുക, സമാധാനമായിരിക്കുക. വാർത്തകൾ ഇന്നും അയോധ്യ തന്നെയാണ് കേട്ടോ. അതിലെ കോൺഗ്രസിന്റെ കൺഫ്യൂഷൻ, അതിലൊരു തന്ത്രപരമായ നിലപാടിലേക്കൊക്കെ എത്തുന്നു കോൺഗ്രസ്. അവർ കുറ്റം പറയാൻ പറ്റില്ല കാര്യത്തിൽ. ആ നിലപാടിന് മുസ്ലിം ലീഗിന്റെ പിന്തുണ. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും മോദി തന്നെയാണ് BJP-യുടെ മുഖം. അപ്രതീക്ഷിതമല്ല. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലോചനകൾ എല്ലാ പാർട്ടികളിലും അങ്ങനെ നടക്കുന്നു. പിന്നെ നമ്മുടെ വിനിത വിജിക്കെതിരായ കള്ളക്കേസിൽ ഇന്നും പ്രതികരണങ്ങളുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പം തന്നെയാണ് എന്ന് പറയുന്നു ആനി രാജ. പിന്നെ അങ്ങ് അമേരിക്കയിലേക്ക് പോയാൽ അവിടെ ട്രംപിനൊരു തിരിച്ചടി. അങ്ങനെ ഒരുപാട് വാർത്തകൾ, ഒരുപാടങ്ങ് വാർത്തകളില്ലെങ്കിലും ഉള്ള വാർത്തകൾ നല്ല കനമുള്ള വാർത്തകൾ തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ കമന്റ് ബോക്സിലേക്ക് ഒന്ന് വരിക, എന്തെങ്കിലുമൊക്കെ പറയുക. അങ്ങനെ മിണ്ടിയും പറഞ്ഞും വാർത്തകൾ ചർച്ച ചെയ്ത് നമുക്കങ്ങ് തുടങ്ങിയേക്കാം. വെൽക്കം ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഗ്രൗണ്ട് സീറോയിൽ നിന്നും സംഭവിച്ച സ്ഥലത്തു നിന്നും വാർത്തകളുടെ തലക്കെട്ടുകൾ സംവദിക്കുന്ന സമയമാണ്. ഹെഡ്ലൈൻസിന്റെ സമയമാണ്. ഹെഡ്ലൈൻസ്. BJP-യുടെ അയോധ്യ കെണിയെ തന്ത്രപരമായി മറികടക്കാൻ ശ്രമിച്ചു കോൺഗ്രസ്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല. മുതിർന്ന നേതാക്കളും അയോധ്യയിലേക്കില്ല. പ്രാർത്ഥന നടത്താൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും വിലക്കില്ല. പരസ്യ പ്രതികരണം പാടില്ലെന്ന് ഹൈക്കമാൻഡ്. അയോധ്യയിൽ പോകാൻ ആരും ക്ഷണിക്കേണ്ടതില്ലെന്ന് ഉത്തർപ്രദേശ് PCC ഘടകം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം BJP രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നു എന്ന മുസ്ലിം ലീഗ്. BJP-യുടെ രാഷ്ട്രീയ മുതലെടുപ്പ് തിരിച്ചറിഞ്ഞ് പാർട്ടികൾ നിലപാടെടുക്കണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയമാക്കി അത് രാഷ്ട്രീയമാണ്. ഇത് ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം. ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിന് സ്വതന്ത്രമായി നിലപാടെടുക്കാമെന്നും മുസ്ലിം ലീഗ്. രാഷ്ട്രീയ പരിപാടിയാക്കുന്നു എന്ന് വിമർശിച്ച് CPIM-ഉം നിലപാട് പറയാതെ ഇന്നും ഒഴിഞ്ഞുമാറി KC വേണുഗോപാൽ. ഗവർണർക്കെതിരെ വീണ്ടും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കണമെന്ന ആവശ്യം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ മാർഗരേഖ വേണം. ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും ഭേദഗതി ചെയ്ത ഹർജിയിൽ സംസ്ഥാനം. കണ്ണൂർ അയ്യങ്കുന്ന് ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്ന് മാവോയിസ്റ്റ് പോസ്റ്റർ. തണ്ടർബോൾട്ട് കൊലപ്പെടുത്തിയത് ആന്ധ്ര സ്വദേശിനിയായ മാവോയിസ്റ്റ് കവിതയെ പകരം വീട്ടുമെന്ന് തിരുനെല്ലിയിൽ പതിച്ച പോസ്റ്ററിൽ ഭീഷണി. ഏറ്റുമുട്ടലുണ്ടായത് നവംബർ 13-ന്. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്നും മന്ത്രിസ്ഥാനത്തേക്ക്. വൈകിട്ട് 4-ന് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ്. എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതാക്കുക, എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക. ഏത് വകുപ്പ് ഏറ്റെടുക്കാനും ആ ഏറ്റെടുക്കുന്ന വകുപ്പിനോട് പരമാവധി നീതി പുലർത്താനും കഴിവിനനുസരിച്ച് സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കാനുമുള്ളതാണ് എൻ്റെ ഒരു പൊതുവായ നിലപാട്. KB ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി നൽകേണ്ടെന്ന CPIM-ൽ പൊതുവികാരം. വകുപ്പ് തീരുമാനിക്കുക മുഖ്യമന്ത്രിയെന്ന് EP ജയരാജൻ. പോർവിളിക്കിടെ ഗവർണറും മുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞാ വേദിയിൽ. തൊഴുത്തു മാറ്റിക്കെട്ടിയതുകൊണ്ട് ഫലമില്ലെന്ന് രമേശ് ചെന്നിത്തല. നടനും DMDK സ്ഥാപകനുമായ വിജയകാന്തിന് ഇന്ന് തമിഴകം വിട ചൊല്ലും. സംസ്കാരം വൈകിട്ട് 4:45-ന് DMDK ആസ്ഥാനത്ത്. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്ര പാർട്ടി ആസ്ഥാനത്തേക്ക്. നഷ്ടമായത് അടുത്ത സുഹൃത്തിനെയെന്ന രജനീകാന്ത്. 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പമെന്ന് CPI നേതാവ് ആനി രാജ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം അതിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാരിനെതിരെ വാർത്ത നൽകുന്നവരെ തെരഞ്ഞു പിടിക്കുന്നത് കുറ്റകരമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നായ്ക്കളുടെ കാവലിൽ തിരുവനന്തപുരത്ത് ലഹരി വിൽപ്പന. കടക്കാവൂരിലെ ലഹരി വിൽപ്പന കേന്ദ്രം വളഞ്ഞ് 3 പേരെ പിടികൂടി. പ്രതികളിൽ നിന്നായി MDMA-യും കഞ്ചാവും പിടികൂടി. തൃശൂർ പുലക്കാട്ടുകരയിൽ പരസ്യമദ്യപാനം തടഞ്ഞതിന് ആക്രമണം നടത്തിയ 6 യുവാക്കൾ അറസ്റ്റിൽ. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു. പൂരം എക്സിബിഷൻ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ വൈകിട്ട് 7:30-ക്ക് യോഗം വിളിച്ചു. ഓൺലൈനിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ദേവസ്വം മന്ത്രിയും തൃശൂരിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കും. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നെന്ന് അയോഗ്യനാക്കി മെയിൻ സ്റ്റേറ്റും. നടപടി ക്യാപിറ്റൽ ഹിൽസ് കലാപത്തിൽ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. മെയിൻ സ്റ്റേറ്റ് നടപടി കൊളറാഡോ സുപ്രീം കോടതിയുടെ വിലക്കിന് പിന്നാലെ.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകൾ. തലക്കെട്ടുകളായി ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഷിബിൻ ബഷീർ, നമ്മുടെ പ്രിയപ്പെട്ട ആമിന, വർഷിപ്പ്, ഡെൻസൺ, കെ ഡാനിയൽ, റിൻസി മാനുവൽ, ജോസ്ഫിൻ ജോസഫ്, ജിജു ഡാനിയൽ, അഞ്ജലി വി, മെഡ്വിൻ ഡേവിസ്, പി ആർ എന്തൻ, ലിലി ചോളിയിൽ, വിപിൻ ബെന്നി, പിന്നെ അതാണ് താഴോട്ടും പറയുന്നത് എന്താണ് ഷാജി മാത്യു, അഞ്ജന എസ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ 1-2 പേര് കാണാറുണ്ട്. പെട്ടെന്ന് വരിക, പെട്ടെന്ന് ഹാജർ വെക്കണം എന്ന് എന്താ പറയുകയാണ് ലക്ഷ്മി അർച്ചന. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ. നന്നായി ഭക്ഷണമൊക്കെ കഴിക്കുക. നമ്മൾ നേരെ ആദ്യ വാർത്തയിലേക്ക് പോകുന്ന അയോധ്യയിലേക്ക് തന്നെയാണ്. നമ്മൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ച കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കില്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് നിലപാട്. അതേസമയം വ്യക്തിപരമായി അയോധ്യ സന്ദർശിക്കാനോ പ്രാർത്ഥന നടത്താനോ നേതാക്കൾക്കോ പ്രവർത്തകർക്കോ വിലക്കില്ല. വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന് സംസ്ഥാന ഘടകങ്ങൾക്ക് ദേശീയ നേതൃത്വം നിർദ്ദേശവും നൽകി. നേതാക്കളുടെ അഭിപ്രായ ഭിന്നത പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെയാണ് നടപടി. അന്തിമ തീരുമാനം ആലോചിച്ചെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകർ ഫോൺ വിളിച്ചാൽ പോലും കേസെടുക്കുന്ന കാലത്ത് മറ്റൊന്നും ചർച്ച ചെയ്യാനില്ലേ എന്ന് ചോദിക്കുകയാണ് KC വേണുഗോപാൽ. നിങ്ങൾക്ക് ഈ ഇതിലുണ്ടാക്കി കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കെണിയിൽ വീഴ്ത്താൻ പറ്റുമോ? ഇതാണല്ലോ ചോദ്യം. ഇപ്പം രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെന്താ ചെയ്യുന്നത്? ഒരു സർക്കാരിൻ്റെ ആഘോഷമായിട്ട്, ഒരു പാർട്ടിയുടെ ആഘോഷമായിട്ടാണോ ഇത്തരം ചടങ്ങുകൾ മാറ്റേണ്ടത്? അങ്ങനെയല്ല മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ചാനൽ എടുത്ത് നോക്കിയാൽ ഒറ്റ വിഷയമല്ലേ ഉള്ളൂ. ഓക്കെ, അത് താങ്കൾ പറയാമല്ലോ, അയോധ്യയിൽ നടക്കുന്നത് കല്യാണമല്ലെന്നും അതുകൊണ്ട് അവിടെ പോകാൻ ആരും വിളിക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് ഉത്തർപ്രദേശ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് 24 പറഞ്ഞു. बीजेपी का मंदिर तो नहीं, तो मंदिर सुप्रीम कोर्ट के आदेश से बन रहा है, ये हमारे देश की जनता जानती है. वहाँ पे कुछ विवाद था, कुछ चीज़ें हुई थी और कोर्ट के फैसले को भी सब लोग जानते हैं. उस फैसले में क्या क्या लिखा चीज़ें हैं, कई गलतियाँ हुई हैं, उसमें स्वीकार भी की गई हैं. तो वो कोई मंदिर ऐसा किसी व्यक्ति किसी पार्टी विशेष का होगा, ऐसा नहीं है. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJPയുടെ രാഷ്ട്രീയ അജണ്ട എന്ന് പറഞ്ഞ LDF കൺവീനർ VP ജയരാജൻ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് രാഷ്ട്രീയ ദൗർബല്യം കൊണ്ടാണ് എന്നും വിമർശനം ഉന്നയിക്കുകയാണ്. അയോധ്യ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. അയോധ്യയിലെ ബാബറി പള്ളി തകർത്തതും ക്ഷേത്ര നിർമ്മാണവുമെല്ലാം RSS BJPയുടെ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയമായി പ്രശ്നമായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ ഈ അയോധ്യയിലെ ക്ഷേത്രം, അതിൻ്റെ ഉദ്ഘാടനം, അത് BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. BJP നടത്തുന്ന ജനങ്ങളെ കബളിപ്പിക്കാൻ, ഹിന്ദുമത വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ, മതവിശ്വാസികളെ, ദൈവവിശ്വാസികളെ ചൂഷണം ചെയ്യാൻ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് തിരിച്ചറിയാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കും. മതവിശ്വാസം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ശ്രീരാമ പ്രതിഷ്ഠാ ചടങ്ങിൽ നടക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സർക്കാർ നയങ്ങളിൽ മതരാഷ്ട്രീയം ഇടം പിടിക്കുകയാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. The constitution is very clear, does not either profess or patronize any religion. But here this function is going to be, the inauguration is going to be done by the Prime Minister of India, in the presence of the UP Chief Minister and maybe other constitutional, those who are holding constitutional positions. We think this is the gross misuse of the religious sentiments of the people for their political purposes. This is the open politicization of religion. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിപക്ഷ സമുദായത്തെ വെല്ലുവിളിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി R. രാധാകൃഷ്ണൻ ഡൽഹിയിൽ ചേരുന്നുണ്ട്. RK, ഇത് ഒരു പൊളിറ്റിക്കൽ ട്രാപ്പാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. ആദ്യ ദിവസത്തെ അമ്പരപ്പിന് ശേഷം അവർ ഏത് രീതിയിൽ അതിനെ തന്ത്രപരമായി മറികടക്കാം എന്നൊരു തീർപ്പിലേക്ക് എത്തുകയാണോ ഈ മണിക്കൂറുകളിൽ? RK. ഹാഷ്മി, ഈ വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം എന്ന ലക്ഷ്യത്തിന്റെ ഒരു വിലയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്ന രീതിയിൽ പോലും വിഭജിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് അടക്കം നേരിട്ടേ കോൺഗ്രസിന് മതിയാകൂ. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ തീരുമാനം ഈ വിഷയത്തിൽ പ്രഖ്യാപിക്കാൻ വയ്യ. അതുകൊണ്ട് തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുക
അറിയിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഈ വിഷയത്തിൽ അഭിപ്രായമില്ല. മുതിർന്ന നേതാക്കളെ വിളിച്ചത് അവർക്ക് പോകാനായി സാധിക്കില്ല, അതുകൊണ്ട് അക്കാര്യം അറിയിക്കും. മറിച്ച് പ്രവർത്തകരോ മറ്റാർക്കെങ്കിലോ ആ ക്ഷേത്ര സന്ദർശനം നടത്തണമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിലേതെങ്കിലും അഭിപ്രായം പോകണമെന്നോ പോകണ്ടെന്നോ പറയാനില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപിത നയം. ഇത് മുൻനിർത്തിക്കൊണ്ട്, ഈ നയം മുൻനിർത്തിക്കൊണ്ട് നിലവിലുള്ള സാഹചര്യത്തെ നേരിടാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇതിനകം തന്നെ പാർട്ടിയുടെ നേതൃത്വവും ഒപ്പം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും എല്ലാം ഈ അവിടെ ഉയരുന്ന ക്ഷേത്രത്തിന്റെ അവകാശവാദം അത് അതിന്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് എത്തുന്നു. എന്നാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള ഒരു ക്ഷേത്രം ഉയർന്നത് തെറ്റാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ രംഗത്ത് എത്തുന്നത്. ഈ വിവാദം രണ്ട് വിഭാഗങ്ങളായിട്ട് നിന്നാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും. BJP ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് ഇതിനെ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കും. ഈ സാഹചര്യത്തിലാണ് നിലപാട് പറയാതെ നയം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധി മറികടക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾ കൂടുതൽ ദൂരം പോകേണ്ടതില്ല എന്ന കോൺഗ്രസിന്റെ താല്പര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ശ്രമം. ഈ പറയുന്ന നിലപാട് കോൺഗ്രസ് പരസ്യമായി പറയുമോ അതോ അതൊരു പരോക്ഷ സന്ദേശമായി നേതാക്കൾക്ക് നൽകുകയുള്ളൂ? എന്ന പരസ്യമായി അവരുടെ അയോധ്യ വിഷയത്തിൽ ഒരു നിലപാട് ഇന്നതാണ് എന്നൊരു പ്രഖ്യാപനമായിട്ടുണ്ടാകുമോ? അയോധ്യ വിഷയത്തിൽ പരസ്യമായിട്ടൊരു നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറാകത്തില്ല. കാരണം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ഇത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പാർട്ടിക്ക് ക്ഷണമില്ല, മറിച്ച് പാർട്ടിയുടെ മുതിർന്ന 3 നേതാക്കൾക്കാണ് ക്ഷണം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പാർട്ടി ഒരു നിലപാട് പറയേണ്ട കാര്യമില്ല. അഥവാ ഇതടക്കമുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിൽ അവ്യക്തതകളുണ്ടെങ്കിൽ അത് ഉചിതമായിട്ടുള്ള സമയത്ത് നീക്കും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിലൊന്നും അവ്യക്തത ഉണ്ടെന്ന വാദത്തെ അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവ്യക്തത നീക്കുന്ന പ്രസ്താവന നമുക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനും സാധിക്കുന്നില്ല. മറ്റ് സംസ്ഥാന ഘടകങ്ങളെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിലക്ക് ഉണ്ട്, അഥവാ അവിടേക്ക് പോകുന്നത് വേണ്ട എന്ന കാര്യത്തിൽ ഒരു എതിരഭിപ്രായം തങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അടക്കമുള്ളതിന്റെ ക്രെഡിറ്റ് അത് തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവിടെ ഒരു കല്യാണമല്ല നടക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ അവിടേക്ക് തങ്ങൾക്ക് പോകാവൂ എന്നൊന്നും ഇല്ല, തങ്ങൾക്ക് അവിടെ പോകാവുന്നതേ ഉള്ളൂ എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതടക്കമുള്ള ഒരു താല്പര്യം ഈ ഭാഗങ്ങളിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഹിന്ദി ഹൃദയ ഭൂമിയിലെ സംസ്ഥാനങ്ങളുടെയും താല്പര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നു. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിലപാട് എത്ര ദൂരം കൊണ്ടുപോകാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന ചോദ്യം നിലനിൽക്കുന്നു. കാരണം മറ്റ് ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ പലരും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവർ അവരുടെ നിലപാട് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ശിവസേനയൊക്കെ നിലപാട് പറഞ്ഞെങ്കിലും അത് ആ നിലപാട് ശിവസേനയെ ഉദ്ധവ് താക്കറെ വിഭാഗത്തെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാത്ത അവരെന്തിന് നിലപാട് പറയുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന 3 നേതാക്കളെ അവർ ക്ഷണിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇതിനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇത് ആരാധനയുമായി ബന്ധപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിലേക്ക് വിശ്വാസികൾക്ക് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. മാത്രമല്ല അതിനെ ഒരു പൊളിറ്റിക്കൽ പ്ലോട്ടാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയാണ്. അതിലാണ് വിയോജിപ്പ്. അതിൽ പോയി പെട്ട് കൊടുക്കേണ്ടതില്ല എന്ന കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു. അത് പരസ്യമായി അവർ പറയുമോ? ഈ പറഞ്ഞ നിതീഷ് കുമാറിൻ്റെ, ലാലു പ്രസാദിൻ്റെ, മമതയുടെ, CPM-ൻ്റെ ഒക്കെ ഇവരൊക്കെ ഇന്ത്യ മുന്നണി കക്ഷികളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്ന പ്രസ്താവനയോട് ഏത് രീതിയിലാകും പ്രതികരണം എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ, ദിവസങ്ങൾ കാത്തിരുന്നതാണ്. എന്തായാലും അതൊരു ഇൻട്രസ്റ്റിംഗ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആകും രാജ്യത്ത്, ഒരു തർക്കവുമില്ല. ലില്ലിച്ചോളിൽ പറയുന്നു, ആകാശത്തിൽ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ മഴയായി പെയ്തിറങ്ങി ഭൂമിക്ക് കുളിർമയേകുന്നു. ആകാശം സുതാര്യമാകുമ്പോൾ സൂര്യൻ വീണ്ടും പ്രകാശിക്കുന്നു. അങ്ങനെ പുതിയ വെളിച്ചവും കുളിർമയും മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ കാലുഷ്യത്തിൻ്റെ ദിനങ്ങളിൽ അത്ര നല്ല വാക്കുകൾ കേൾക്കുന്നതിന് സുഖമാണ്. അപ്പോൾ എന്തായാലും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് തിരിച്ചറിയണം എന്ന് പറയുന്നു മുസ്ലിം ലീഗ്. പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് കോൺഗ്രസിന് തീരുമാനിക്കാം എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യക്തമാക്കി. രാമക്ഷേത്രം വിഷയം ചർച്ച ചെയ്യാനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗ് അടിയന്തര രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നാണ് ലീഗ് തീരുമാനം. കോൺഗ്രസ് സ്വതന്ത്രമായി നിലപാടെടുക്കട്ടെ എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA. ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്.
അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. ആരാധനാലയങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണ്. രാമക്ഷേത്രം BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. വിശ്വാസികൾക്കൊപ്പമാണ് മുസ്ലിം ലീഗ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആരാധനാലയങ്ങൾ അതെല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന് ചർച്ചുകൾ, ഗുരുദ്വാരകൾ, സിഖുകാർക്ക്, അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ്, പുണ്യമാണ്. അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ്, ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ്. മുന്നണിയിലെ പാർട്ടികൾ തീരുമാനമെടുത്ത ശേഷം ആവശ്യമെങ്കിൽ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് ലീഗ് നിലപാട്. 24 മലപ്പുറം. എൽദോ ജോസഫ് പറയുകയാണ്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ആരാധനാലയങ്ങൾ പോകുന്നു, ആരാധന നടത്തുന്നു തെറ്റല്ല. പക്ഷേ ആരാധനാലയങ്ങളും വിശ്വാസവും വെച്ച് മുതലെടുപ്പാണ് പ്രശ്നം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അനുകൂലമായും പ്രതികൂലമായും, അയോധ്യയ്ക്ക് അനുകൂലമായ പ്രതികൂലമായും നമ്മുടെ കമന്റ് ബോക്സിലും ഒരുപാട് പ്രേക്ഷകർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സ്വാഭാവികവുമാണ്. ഗവർണർ സംസ്ഥാന സർക്കാർ ഏറ്റുമുട്ടൽ കരിങ്കുടി, അതിൻ്റെ ഒരു വല്ലാത്ത എപ്പിസോഡ് ജസ്റ്റ് കഴിഞ്ഞു. അത് തീരുന്നില്ല. ഗവർണർക്കെതിരെ വീണ്ടും സംസ്ഥാന സർക്കാർ. ബില്ലുകളിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളാൻ ഗവർണറോട് നിർദ്ദേശിക്കണമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ. ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. നേരത്തെ കേരളം ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ടിരുന്നു. ഇതോടെ സുപ്രീം കോടതി നിർദ്ദേശിച്ചനുസരിച്ച ഹർജി ഭേദഗതി ചെയ്യുകയായിരുന്നു. ആർ രാധാകൃഷ്ണൻ ചെയ്യുന്നു. ആർക്കെ, എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു നീക്കം ഇപ്പോൾ? ഹാഷ്മി, കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. 8 ബില്ലുകൾ കഴിഞ്ഞ 2 വർഷം മുതൽ ഏതാണ്ട് മാസങ്ങൾ വരെ വെച്ച് താമസിപ്പിച്ച ഗവർണറുടെ നടപടിക്കെതിരെയാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഗവർണർ 8 ബില്ലുകളിൽ 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയും 1 ബില്ല് ഒപ്പിടുകയും ചെയ്തിരുന്നു. ഇത് സുപ്രീം കോടതിയിൽ എത്തിയതോടെ തൊട്ടടുത്ത ദിവസം ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ആ കേസ് കാലഹരണ പെട്ടെന്ന വാദം ഉയർത്തിക്കൊണ്ട് ആ കേസിലെ നടപടികൾ അവസാനിപ്പിക്കണം എന്നാണ് കേന്ദ്ര സർക്കാരും ഗവർണറുടെ ഓഫീസും ആവശ്യപ്പെട്ടത്. ആ ഘട്ടത്തിൽ ഇനി ഇത്തരത്തിലുള്ള ഒരു വിഷയം പിന്നീട് ഉണ്ടാകാതിരിക്കാൻ ഈ ഹർജിയിലെ ആവശ്യങ്ങൾ ഭേദഗതി ചെയ്ത് നൽകാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഗവർണറെ രൂക്ഷമായിട്ട് അന്ന് വിമർശിച്ച സുപ്രീം കോടതി ഗവർണർ ഈ 2 വർഷമായിട്ട് ഈ ബില്ലുകൾക്ക് മേൽ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. ഒരു മാർഗനിർദ്ദേശം വേണം എന്ന അഭിപ്രായം സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം ഇപ്പോൾ ഭേദഗതി ചെയ്ത ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആവശ്യമായി സംസ്ഥാനം നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണം. ഈ ബില്ലുകളുടെ പരിഗണന സംബന്ധിച്ചും അതിന്റെ കാലദൈർഘ്യം സംബന്ധിച്ചും ഒക്കെയുള്ള തീരുമാനമെടുക്കാനുള്ള കാലദൈർഘ്യം സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത് ഈ ഗവർണർ ബില്ലുകൾ ഇങ്ങനെ വെച്ച് വൈകിപ്പിച്ചത് തെറ്റായിരുന്നു എന്ന് വിധിക്കണം എന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ഗവർണറെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ മുൻനിർത്തിക്കൊണ്ട് ഗവർണർക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമമാണ്. ഇനി ഒരിക്കലും ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ബില്ലിനെ വെച്ചുകൊണ്ട് സർക്കാരിനോട് വിലപേശാനായിട്ട് ഗവർണർക്ക് സാധിക്കരുത് എന്ന ഒരു ലക്ഷ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം ഈ വിധത്തിൽ ഹർജി ഭേദഗതി ചെയ്ത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കോടതി ഇപ്പോൾ ഈ പുതുവത്സരം അടക്കമുള്ള അവധികളിലാണ്. അതിനുശേഷം കോടതി തുറക്കുമ്പോൾ ഈ കേസ് പരിഗണിക്കും. ആർക്കെയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി കഴിഞ്ഞ തവണ ഇത് പരിഗണിക്കുമ്പോഴൊക്കെ ഗവർണർക്ക് രൂക്ഷ വിമർശനം, കടുത്ത പ്രഹരം സുപ്രീം കോടതി കൊടുത്തതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഭേദഗതി ചെയ്ത ഹർജിയൊക്കെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ എന്താകും സുപ്രീം കോടതിയുടെ നിലപാട്? വിഷയത്തിൽ ഒന്ന് കാത്തിരുന്ന് കാണാം. എന്താ ഇവിടെ ജോൺ ബോൾ സാമുവൽ ഫ്രാൻസിസ് ഒരു അപേക്ഷ മുന്നോട്ട് വെക്കുകയാണ് കേട്ടോ. ജസീം CK-യോടും സൗമ്യയോടുമാണ് പറയുന്നത്, പ്രിയപ്പെട്ട മലയാളികളെ, ഇവിടെ ചാറ്റ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് മലയാളം ഉപയോഗിക്കുക, മംഗ്ലീഷ് ഉപയോഗിക്കരുത് എന്ന് പറയുകയാണ്. ചേട്ടാ, മംഗ്ലീഷ് പക്ഷേ നമ്മുടെ ഇപ്പം കുറേ കുട്ടികൾ, പുതിയ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന മംഗ്ലീഷാണ്. നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? പുതിയ പിള്ളേരല്ലേ. പിന്നെ നല്ല ശുദ്ധ മലയാളത്തിൻ്റെ ആരാധകർ ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. 2024 മോദി തന്നെ മുഖം. ലോക്സഭാ തെരഞ്ഞെടുപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ മുൻനിർത്തി നേരിടാനാണ് BJPയുടെ തീരുമാനം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും നേട്ടമായി കാണിക്കുന്ന പ്രചാരണ വീഡിയോ പുറത്തിറക്കി. അയോധ്യയിൽ നാളെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. അയോധ്യ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവം ഒട്ടും മങ്ങലില്ലാതെ തുടരുന്നുവെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. മോദി എന്ന ഒറ്റ മുഖം മാത്രം ഉയർത്തിപ്പിടിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും.
മോദി മുദ്രാവാക്യവുമായുള്ള പ്രചാരണ വീഡിയോ BJP പുറത്തുവിട്ടു. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും ഭരണ നേട്ടങ്ങളും ജനകീയ പദ്ധതികളും വിവരിക്കുന്നതാണ് വീഡിയോ. അയോധ്യ രാമക്ഷേത്രം തന്നെയാകും പ്രധാന പ്രചാരണ മുദ്രാവാക്യമെന്നും വീഡിയോ വ്യക്തമാക്കുന്നു. നാളെ അയോധ്യയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടിയാകും തുടക്കം കുറിക്കുക. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച വിമാനത്താവളം പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. 1450 കോടി രൂപ ചെലവിട്ടാണ് വാത്മീകി മഹർഷിയുടെ പേര് നൽകിയ വിമാനത്താവളത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കിയത്. അയോധ്യാധാം എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷന്റെ പുതിയ കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 24 ഡൽഹി. അവിടെ പന്തളം NSS കോളേജ് സംഘർഷം കേൾക്കുന്നു. തങ്ങളുടെ പ്രവർത്തകരെ മാത്രം കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു ABP പറയുന്നു. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗത്തെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ പ്രേരിതമായെന്ന് പറയുന്നു. സുധീ സദൻ അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഗവർണർ അങ്ങോട്ടേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരാളായിരുന്നു. ABPയുടെ ഭാരവാഹി. SFIയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തെന്നൊക്കെ പറയുന്നത്. എന്തായാലും പന്തളം കോളേജിൽ ഈശ്വർ പ്രസാദ് എന്ന് പറയുന്ന ആൾ പറയുകയാണ്, എന്തായാലും പന്തളം കോളേജ് ഞാൻ പഠിച്ച കോളേജാണ്, അവിടെ പ്രിയപ്പെട്ട കുട്ടികളെ അവിടെ അലമ്പുണ്ടാക്കല്ലേ, അവിടെ സംഘർഷം ഉണ്ടാക്കല്ലേ, കാര്യങ്ങൾ സമാധാനമായിട്ട് പോട്ടെ. അവിടെ കുറച്ച് നാളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. വീണ്ടും സംഘർഷത്തിലേക്കും തമ്മിലടിയിലേക്കും ചോര ഒഴുക്കിലേക്കൊന്നും പോവല്ലേ കാര്യങ്ങൾ. മാവോയിസ്റ്റ് കവിത കൊല്ലപ്പെട്ടോ? കണ്ണൂർ അയ്യങ്കുന്നിൽ ഒരു ഏറ്റുമുട്ടലുണ്ടെന്ന് നമുക്കറിയാം. ദീർഘനേരം കേട്ട വെടിവെച്ചുകളെ കുറിച്ചുള്ള വാർത്ത നമുക്കന്ന് വന്നതാണ്. അന്ന് പരിക്കേറ്റ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടു. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ കവിത എന്ന ലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ പതിച്ച പോസ്റ്ററുകളിലും പശ്ചിമഘട്ട വക്താവ് ജോഗിയുടെ പേരിലുള്ള കുറിപ്പിലുമാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. പോലീസും അത് സ്ഥിരീകരിച്ചു. തലപ്പുഴ ചപ്പാരം കോളനിയിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് മാവോയിസ്റ്റുകൾക്കായി വനമേഖലയിൽ വ്യാപക തിരച്ചിൽ നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആറളം അയ്യങ്കുന്നിൽ നവംബർ 13 രാവിലെ ഏറ്റുമുട്ടലുണ്ടായത്. ഇതിൽ പരിക്കേറ്റ കവിത ചികിത്സയിലിരിക്കെ മരിച്ചുവെന്നാണ് മാവോയിസ്റ്റുകളുടെ കുറിപ്പിലുള്ളത്. വിപ്ലവകാരിക്ക് ലഭിക്കേണ്ട എല്ലാ ബഹുമതികളോടും കൂടി മൃതദേഹം പശ്ചിമഘട്ടത്തിൽ സംസ്കരിച്ചുവെന്നും കുറിപ്പിലുണ്ട്. ആന്ധ്രാപ്രദേശിലെ റായൽസീമ സ്വദേശിയാണ് ലക്ഷ്മി എന്ന കവിത. 2015 മുതൽ പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരിക്കുമ്പോൾ കബനി ഏരിയ സെക്രട്ടറി ആയിരുന്നുവെന്നാണ് മാവോയിസ്റ്റുകളുടെ കുറിപ്പിലുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 4 തവണ പോലീസ് ആക്രമണം നടന്നെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നുള്ള ആക്ഷേപങ്ങളും കുറിപ്പിലുണ്ട്. രക്തകടങ്ങൾ രക്തത്താൽ പകരം വീട്ടുമെന്ന മുന്നറിയിപ്പാണ് പോസ്റ്ററുകളിൽ. ഇന്നലെ രാത്രിയാണ് തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. 2016 കരുളായി മുതൽ 2023 ആറളം വരെ കവിതയുടെ മരണത്തോടെ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം 9 ആയിരിക്കുന്നു. പശ്ചിമഘട്ടത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെ പ്രവർത്തനവും സജീവമായി മുന്നോട്ടു പോവുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ വെച്ച്. സുർജിത്ത്, നേരത്തെ സുർജിത്ത് പറഞ്ഞ പറഞ്ഞ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലൊക്കെ CPI അടക്കം അത് വ്യാജ ഏറ്റുമുട്ടൽ കൊലയാണ് എന്നൊക്കെയുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ തുടർച്ചയിൽ ഈ സംഭവത്തെ ഈ ഏറ്റുമുട്ടൽ കൊലയെ അല്ലെങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തലിനെ പോലീസ് പറയുന്നത് എന്താണ്? പോലീസ് വെർഷൻ എന്താണ് സുർജിത്ത്? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. കവിത കൊല്ലപ്പെട്ടു എന്നുള്ളത്. അന്ന് ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ അന്ന് പോലീസ് തയ്യാറായിരുന്നില്ല. ഇതിനുശേഷം ഈ മാവോയിസ്റ്റുകളുടെ വാർത്താക്കുറിപ്പ് വഴിയാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണവും നിലവിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കരുളായിലെ ഏറ്റുമുട്ടൽ 2016 കരുളായിലെ ഏറ്റുമുട്ടൽ, അതിനുശേഷം വൈത്തിരിക്ക് ശേഷം പിന്നീട് മഞ്ചക്കണ്ടിയിൽ, ഏറ്റവും ഒടുവിൽ വാളാരംകുന്നിൽ, ഇപ്പോൾ ഈ ആറളത്തും, അങ്ങനെ 9 മാവോയിസ്റ്റുകളാണ് ഈ കാലയളവിൽ മരിച്ചിരിക്കുന്നത്. എന്തായാലും ആദിവാസികളെ സംബന്ധിച്ച് എന്താണ് ആദിവാസി സംഘടനകളുടെ കാര്യത്തിലുള്ള നിലപാട് എന്ന് സംബന്ധിച്ച്, മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം സംബന്ധിച്ച നിലപാട് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഇപ്പോൾ ഗീതാനന്ദൻ മാസ്റ്ററും അതോടൊപ്പം തന്നെ CK ജാനുവും നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു, ഏത് തരത്തിലുള്ള ഗുണഫലമാണ് ഈ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ട് ആദിവാസികൾക്കുണ്ടാകുന്നത്? മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ട് ആദിവാസികൾക്ക് യാതൊരു ഗുണവുമില്ല. ആദിവാസി സംഘടനകൾക്ക് വ്യക്തമായ കാര്യത്തിൽ നിലപാടുണ്ട്. ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന താല്പര്യക്കാർ ഒന്ന് മാവോയിസ്റ്റുകളും സർക്കാരുമാണ്. സർക്കാരിൻ്റെ താല്പര്യം കേരളത്തിൽ എന്തോ ഇങ്ങനെ വലിയൊരു മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു വ്യാജമായിട്ടുള്ളൊരു സംഭവം സ്ഥാപിച്ചെടുത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കോടികളുടെ ഫണ്ട് അവർക്ക് വാങ്ങിച്ചെടുക്കണം. ഈ ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും പാവപ്പെട്ട
മാവോയിസ്റ്റ് പ്രവർത്തകൻ ഇനി പബ്ലിക് ആക്ടിവിറ്റി നടത്തിയാൽ പോലും ഇവിടെ CP റഷീദിൻ്റെ അനിയനെ ഇവിടെ ഒരു പണപ്പിരിവ് നടത്തുമ്പോൾ ആണ് റിസോർട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്നത്. ഇത്തരം ആളുകളെ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം എന്നുള്ള പേരിൽ, ഇതൊന്നും ഏറ്റുമുട്ടൽ കൊലപാതകമൊന്നുമല്ല, നിഷ്കരണം വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ഗവൺമെൻറ് ഇതിൻ്റെ ഈ കൊലപാതകങ്ങൾ നടത്തി ഫണ്ട് സമ്പാദിക്കുക എന്നുള്ളത്. മാവോയിസ്റ്റുകളാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ മാവോയിസ്റ്റുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള വേരുമില്ലാതായിട്ട് എത്രയോ ദശകങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലായാലും മാവോയിസ്റ്റുകളൊക്കെ കാട്ടിലൊക്കെ ഒറ്റപ്പെട്ടൊക്കെ ഉണ്ടായിട്ട് നമുക്കറിയാം. അത്തരം സാന്നിധ്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നു. പക്ഷേ കേരളത്തിൻ്റെ ആദിവാസികളുടെ വിഷയത്തിലാണെങ്കിലും കർഷകരുടെ പ്രശ്നത്തിലും സാമാന്യ ജനങ്ങളുടെ വിഷയത്തിലും ഇടപെടുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്നുള്ള നിലയിൽ മാവോയിസ്റ്റുകൾ തികച്ചും അപ്രസക്തരായിട്ടുള്ള ആളുകളാണ്. പണ്ട് വർഗീസിൻ്റെ കാലത്ത് നക്സലൈറ്റുകളുടെയൊക്കെ ചില ഇടപെടൽ വയനാട്ടിലേക്ക് ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നന്മയ്ക്ക് വേണ്ടിയോ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഒരു തരത്തിൽ ഇടപെടൽ നടത്തുന്നൊരു പൊളിറ്റിക്കൽ ഗ്രൂപ്പല്ല ഇവർ. അതുകൊണ്ട് മാവോയിസ്റ്റുകൾ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞ് രംഗം വിട്ട് ഒഴിയേയില്ല. ഇവരിങ്ങനെ ഒരു വ്യാജമായി പോലീസ് വെടിവെപ്പ് കൊണ്ടാവണം, ഇടയ്ക്കിടെ കൊല്ലപ്പെടണം എന്നുള്ളത് തന്നെയാണ് അവരുടെയും ആഗ്രഹം. അത് ഭരണകൂടം ഇവർ നടത്തുന്ന ഒരു തട്ടിപ്പാണത്. കോളനികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോസ്റ്ററുകൾ വന്നിട്ടുള്ളത്, എന്താണ് പറയുക? ഇപ്പോൾ ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആളാണ്. ഇപ്പോൾ എൻ്റെ അറിവിൽ ഈ മാവോയിസ്റ്റ് പ്രവർത്തനം കൊണ്ട് കോളനികളിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആദിവാസികൾക്ക് കൂട്ടായിട്ടുള്ള അവരുടെ സമരം, അവരുടെ ഒരു സംഘടിത ബോധത്തെ പോലും അടിച്ചു തകർക്കുന്ന രീതിയിലേക്കാണ് ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗീതാനന്ദൻ മാഷും CK ജാനുവിനെ ഞങ്ങൾ ഒരു ഫ്രെയിമിൽ കണ്ട് കുറേ നാളായി. അപ്പോൾ അതങ്ങനെ പണ്ട് മുത്തങ്ങ സമരകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഫ്രെയിം. ഇപ്പോൾ അതിനുശേഷം കണ്ട ഓർമ്മ എനിക്കില്ല. പോട്ടെ, എന്തായാലും പ്രതികരിക്കുകയായിരുന്നു. ഇവിടെ അഭി പറയുന്നു, ജസ്റ്റിസ് ഫോർ ഡോക്ടർ ഷഹന ഹാഷ്മി, നിങ്ങൾ ഈ മാധ്യമങ്ങളിൽ കേസ് വിട്ടോ, പ്ലീസ് ഈ കേസ് ജനശ്രദ്ധയിൽ കൊണ്ടുവരണം, എന്നാലേ ഈ നീതി കിട്ടും, അല്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെടും എന്ന് പറയുകയാണ്. അപ്പോൾ ഇല്ല, അത് വിട്ടിട്ടില്ല, നമ്മൾ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാകും. കുറ്റക്കാരാണെങ്കിൽ ഉറപ്പായും ശിക്ഷ വാങ്ങിക്കൊടുക്കും വരെ നമ്മൾ പിന്നാലെ ഉണ്ടാകും. ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജിൻ്റെ ഒരു പ്രസ്താവന, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരെ മനുഷ്യച്ചങ്ങല 10 ലക്ഷത്തോളം പേർ പങ്കെടുക്കും, ജനുവരി 20-നാണ് മനുഷ്യച്ചങ്ങല. ഓക്കെ. രാമേന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയിൽ വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഉത്തരവാദിത്തത്തോടെ നീതി പുലർത്തുമെന്ന് രാമേന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. KSRTCയിലെ വരുമാന ചോർച്ച തടയുമെന്ന് KB ഗണേഷ് കുമാറും പറഞ്ഞു. LDF-ൽ ഒറ്റ MLA-മാരുള്ള പ്രധാന ഘടകകക്ഷികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമെന്ന മുൻ ധാരണ പ്രകാരമാണ് കോൺഗ്രസ് എസിന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കേരള കോൺഗ്രസ് ബിയുടെ KB ഗണേഷ് കുമാറും മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രത്യേക പന്തലിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നിയുക്ത മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും 24-നോട് പ്രതീക്ഷ പങ്കുവച്ചു. ബൈറ്റുകൾ: ഏത് വകുപ്പ് ഏറ്റെടുക്കാനും ആ ഏറ്റെടുക്കുന്ന വകുപ്പിനോട് പരമാവധി നീതി പുലർത്താനും കഴിവിനനുസരിച്ച് സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കാനുമുള്ളതാണ് എൻ്റെ ഒരു പൊതുവായ നിലപാട്. അന്നത്തെ അവസ്ഥയല്ല, വളരെ മോശം അവസ്ഥയാണ്. പക്ഷേ അത് നന്നാക്കിയെടുക്കാൻ ഒരു പരിധി വരെ നന്നാക്കാൻ പറ്റും, ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതാക്കുക, എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക. ആന്റണി രാജു ഒഴിഞ്ഞ ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിഞ്ഞ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കുമെന്നാണ് സൂചന. SFI പ്രതിഷേധത്തിൻ്റെയും പ്രോട്ടോകോൾ ലംഘനത്തിൻ്റെയും പേരിലുണ്ടായ തുറന്ന പോരിനു ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ഒരേ വേദിയിലെത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഗവർണറുടെ ചായ സൽക്കാരവും ഉണ്ടാകും. ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. 24 തിരുവനന്തപുരം. എന്തായാലും മന്ത്രിമാരുടെ വകുപ്പിൽ മാറ്റമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമാ വകുപ്പ് വേണം എന്ന് KB ഗണേഷ് കുമാറിന് ആഗ്രഹമുണ്ടായിരുന്നു, നൽകേണ്ടതില്ല എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. VA ഗിരീഷ് വിവരങ്ങളുമായിരുന്നു. ഗിരീഷ്, ഏതാണ്ട് പരസ്യമായി തന്നെ പരോക്ഷമായി തന്നെ ആവശ്യപ്പെട്ടതാണ് KB ഗണേഷ് കുമാർ സിനിമാ വകുപ്പ്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട എന്ന് CPM തീരുമാനിക്കുകയാണ്. ഗിരീഷ് അല്ലേ? ഹാഷ്മി, ഇക്കാര്യത്തിൽ വകുപ്പ് മാറ്റം വേണ്ട എന്നുള്ളത് തന്നെയാണ് CPM-ന്റെ തീരുമാനം. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു. KB ഗണേഷ് കുമാർ അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റു ചിലർ മന്ത്രിമാർ, ചില CPI മന്ത്രിമാരും അതോടൊപ്പം തന്നെ മറ്റു ചിലരും തങ്ങളുടെ വകുപ്പുകളൊന്നും മാറ്റണമെന്ന ചില ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഇതൊന്നും തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായിരിക്കുന്ന തീരുമാനം. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അവരുടെ മുൻഗാമികൾ കൈകാര്യം ചെയ്ത അതേ വകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്യും. സിനിമ ഇപ്പോൾ CPM-ന്റെ മന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ വകുപ്പ് തൽക്കാലം വിട്ടു നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കും CPIM എത്തിയിരിക്കുന്നു. KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് ഉൾപ്പെടെയുള്ളവ കൈകാര്യം ചെയ്താൽ മതി എന്നുള്ളതാണ്
എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ ഒരു പൊതു തീരുമാനം. കാരണം ഏതെങ്കിലും തരത്തിൽ വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ഗുരുതരമായി ബാധിക്കും എന്നുള്ള ഒരു പൊതു വിലയിരുത്തലാണ് CPM-നുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നത് ഉചിതമാകില്ല എന്നും വിലയിരുത്തിക്കൊണ്ടാണ് CPM ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, വി എ ഗിരീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഏറ്റവും കൂടുതൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രത്തിലടക്കം ഗണേഷ് കുമാർ ഉണ്ടെങ്കിൽ ഗണേഷ് തൽക്കാലം സിനിമാ വകുപ്പ് കയ്യിലില്ല. എങ്കിൽ കൂടിയും ഏറ്റവും മികച്ചൊരു ഗതാഗത മന്ത്രിയാകും. എന്തായാലും കഴിവുള്ള വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. അപ്പോൾ ആ കഴിവ് ആ വകുപ്പിൽ ഉപയോഗിക്കാനും ആ വകുപ്പിനെ KSRTC നന്നാക്കിയെടുത്താനും കഴിയട്ടെ എന്ന ആശംസകൾ അറിയിക്കുന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയുമാണ്. അത് സജീവൻ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും അവിടെ പഠിച്ചത് കാരണം ആവശ്യത്തിന് സമരം ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു പന്തനംകുളയിലെ കാര്യമാണെന്ന് തോന്നുന്നു. സമരം ചെയ്യുന്നതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ആയുധം എടുക്കുക, അതിരുവിടുക, കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, പിന്നെ അത് കേസാവുക എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ ജീവിതം തുലയ്ക്കലാണ്. അതൊരു തർക്കം അക്കാര്യത്തിലില്ല. ക്യാപ്റ്റന് വിട ചൊല്ലി തമിഴകം. തമിഴ് ചലച്ചിത്ര താരവും DMDK നേതാവുമായ വിജയകാന്തിന് ആരാധകർ ഇന്ന് വിട നൽകും. ചെന്നൈ ഐലൻഡ് ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് പൊതുദർശനം. വൈകിട്ട് 4:45 കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്ത് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. അഭിനയത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും പേരിൽ വിജയകാന്ത് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് നടൻ രജനീകാന്ത് പറഞ്ഞു. മനസ്സ് ரொம்ப கஷ்டமா இருக்கு. விஜயகாந்த் அவர்கள் அசாத்தியமான ஒரு மன உறுதி உள்ள மனிதர். எப்படியோ ஒரு உடல்நலத்தில் ஒரு தேறிட்டு வந்துடுவாருன்னு சொல்லிட்டு எல்லாரும் நினைச்சோம். ஆனால் சமீபத்தில் நடந்த அவங்க தேமுதிக அந்த பொதுக்குழுவில் அவர் பார்க்கும்போது எனக்கு கொஞ்சம் நம்பிக்கை கம்மியாயிடுச்சு. அவர் நல்லா ஆரோக்கியமாக இருந்திருந்தா தமிழக அரசியலில் ஒரு மிகப்பெரிய சக்தியாக நிகழ்ந்திருப்பார். தமிழ் மக்களுக்கு நிறைய நல்லது பண்ணியிருப்பார். அந்த பாக்கியத்தை தமிழ் மக்கள் இருந்திருக்கோம். அவங்க ஆத்மசாந்தி அடையட்டும். ഒരു മനുഷ്യസാഗരം എത്തുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ തമിഴകത്തിന്റെ ക്യാപ്റ്റന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഐലൻഡ് ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. മനേഷ് മൂർത്തി ചേരുന്ന വിവരങ്ങളുമായി. മനേഷ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലാപസ്വരങ്ങളുമായി ഒരുപാട് പേരെ നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. ഇന്നും സമാനമായ കാഴ്ചയാണോ? ഏത് രീതിയിൽ രാജകീയമായൊരു ഒരു യാത്രയയപ്പ് ക്യാപ്റ്റന് നൽകാനാണ് തമിഴകത്തിന്റെ ആലോചന? മനേഷ്. അഷ്മി, തീർച്ചയായും ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി ആരംഭിച്ചതാണ് പൊതുദർശനം എന്ന് പറയുന്നത്. ആദ്യം DMDKയുടെ ഓഫീസിലായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് DMDK ഓഫീസിലാണ്. ഈ DMDK ഓഫീസിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇന്നലെ. പക്ഷേ ഇവിടെ അഭൂതപൂർവമായ ഒരു തിരക്ക് ഉണ്ടായിരുന്നു. അഭൂതപൂർവമായ തിരക്കുണ്ടായിരുന്നു ഇവിടെ. ആ തിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നും ഐലൻഡ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയത്. വലിയ ജനക്കൂട്ടം ഇന്നിപ്പോൾ രാവിലെ 6 മണിയോട് കൂടിയാണ് ഐലൻഡ് ഗ്രൗണ്ടിൽ പൊതുദർശനം ആരംഭിച്ചത്. അവിടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 1 മണി വരെയായിരുന്നു പൊതുദർശനം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും അവിടെ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വിലാപയാത്ര വൈകുകയാണ്. 1 മണി വരെ അവിടെ പൊതുദർശനം, അതിനുശേഷം വിലാപയാത്രയായി ഇവിടേക്ക് DMDK ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും അവിടെ നിന്നും ഈ വിലാപയാത്ര ആരംഭിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും അവിടെ ആളുകൾ എത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 മണിയോട് കൂടി ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വിലാപയാത്ര ഇവിടെ എത്തും. 4:45 സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നിപ്പോൾ നടന്മാരായ രജനീകാന്ത്, അതുപോലെ തന്നെ കമൽഹാസൻ എന്നിവർ അവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും അധികം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് പല വിവിധ ഇടങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇന്നിപ്പോൾ അതായത് DMDK ആസ്ഥാനത്ത് ഇന്ന് പൊതുദർശനമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആളുകൾക്ക് അകത്തേക്ക് പ്രവേശനം പോലുമില്ല. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ID കാർഡ് ഉൾപ്പെടെയുള്ളവ നൽകിക്കൊണ്ട് ഈ പറഞ്ഞ പാർട്ടി പ്രവർത്തകർ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. ആ രീതിയിലുള്ള കർശനമായ നിർദ്ദേശങ്ങൾ, കർശനമായ നിയന്ത്രണങ്ങൾ എന്തായാലും ഇവിടെയുണ്ട്. എന്തായാലും അഭൂതപൂർവമായ തിരക്ക്, അല്ലെങ്കിൽ ആളുകൾ അത്രയധികം ക്യാപ്റ്റനെ സ്നേഹിക്കുന്ന അത്രയധികം ആളുകൾ ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിലാപയാത്ര വൈകുകയുമാണ്. ഹാഷ്മി. മനേഷ് മൂർത്തിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്ന് പറഞ്ഞാൽ തമിഴക അഭ്രപാളിയിൽ മാത്രമല്ല തമിഴ് രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്ന അവരുടെ ക്യാപ്റ്റൻ അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന ഒരാളായിരുന്നു. അപ്പോൾ തമിഴകത്തിന് ആ വേദന സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആ വിടചൊല്ലൽ അവർ വല്ലാതെ ആ വിടചൊല്ലലിനെ അത്രത്തോളം ആധികാരികമാക്കാൻ തമിഴകം ശ്രമിക്കണം. അതിനിടയിൽ രജനീകാന്ത് എന്തൊരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു മേക്കപ്പും ഇല്ലാതെ നരച്ച താടിയുമായി അങ്ങനെ പൊതുസദസ്സുകളിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ള എത്ര സൂപ്പർ സ്റ്റാറുകൾ നമുക്കുണ്ടല്ലേ.
അപ്പോൾ തമിഴ്നാടിൻ്റെ സ്വന്തം ക്യാപ്റ്റൻ വിജയകാന്തിന് തിരുവനന്തപുരവുമായി ആഴത്തിലൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളിത്തിരയിലെ സൂപ്പർ താരമാകുന്നതിന് മുൻപ് നമ്മുടെ ചാലത്തെരുവിൽ ഗോൾഡ് കവറിംഗ് ജ്വല്ലറി നടത്തിയിരുന്നു വിജയകാന്ത്. സത്യനും ജയനും ഒക്കെ അന്ന് വിജയകാന്തിൻ്റെ പ്രിയ താരങ്ങളുമായിരുന്നു. മധുര സ്വദേശിയായ വിജയകാന്തിനെ തിരുവനന്തപുരവുമായി ബന്ധിപ്പിച്ചത് ബാല്യകാല സുഹൃത്ത് സുന്ദരരാജനാണ്. സുന്ദരരാജന്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട് ചാല പിള്ളയാർകോവിൽ ലൈനിലായിരുന്നു. ജ്യോതി ജുവലറി മാർട്ട് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ. വാരാന്ത്യങ്ങളിൽ സുഹൃത്തിനൊപ്പം തിരുവനന്തപുരത്തെത്തി ദിവസങ്ങൾ ചെലവഴിക്കുന്ന കാലമുണ്ടായിരുന്നു വിജയകാന്തിന്. ചാലയായിരുന്നു അന്ന് താവളം. മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ താമസം. മ്യൂസിയത്തിലും മൃഗശാലയിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തുമൊക്കെ കറക്കം. തിരുവനന്തപുരത്തെ ഓണാഘോഷങ്ങൾ വിജയകാന്ത് അക്കാലത്ത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അങ്ങേയറ്റം അഭിനയമോഹവുമായി നടന്ന ആ ചെറുപ്പക്കാരൻ മലയാള സിനിമയിലും അവസരത്തിനായി അലഞ്ഞു. ഒരുപാടുപേരെ ചാൻസ് ചോദിച്ച് സമീപിച്ചിട്ടുള്ളതായി വിജയകാന്ത് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ മരിച്ചു. പ്രതിസന്ധിയിലായ ജ്യോതി ജ്വല്ലറി 7 ലക്ഷം രൂപ നൽകി വിജയകാന്ത് ഏറ്റെടുത്തു. പക്ഷേ ഏറെക്കാലം അത് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല. ബിസിനസ്സിൽ പ്രതീക്ഷിച്ച പോലെ വിജയിക്കാൻ കഴിയാതെ വന്നതോടെ ജ്വല്ലറി വിറ്റു. വിജയകാന്തിന്റെ രാശി സിനിമയിൽ തന്നെയായിരുന്നു. ചാലയിലെ ജ്വല്ലറി ഉടമ തമിഴ് സിനിമയുടെ ക്യാപ്റ്റനായി മാറി. ന്യൂസ് ഡെസ്ക് 24. വരുന്ന വയനാട് മേപ്പാടി അരണമല കണ്ണാടിപ്പുഴയിൽ വിനോദസഞ്ചാരി മുങ്ങി മരിച്ചു എന്നൊരു സങ്കടകരമായ വാർത്ത വരുന്നു. ചെന്നൈ അനന്തൂർ സ്വദേശി ഭൂപാലൻ ആണ് മരിച്ചത്. പുഴയിലേക്ക് വഴുതി വീണായിരുന്നു മരണം എന്നൊരു സങ്കടകരമായ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മറ്റേ ഒരു പ്രേക്ഷകൻ പറയുകയാണ്, 1973 SSLCക്ക് സ്റ്റേറ്റ് ആവറേജ് 29% ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റാലും SSLC കടക്കില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ ഫുൾ A+. ഈ അപച്യുതിയെ ചൂണ്ടിക്കാണിച്ച് വിദ്യാഭ്യാസ ഡയറക്ടറുടെ മേൽ കുതിര കയറി എന്ന് പറയുകയാണ്. അന്ന് ആ ഡയറക്ടർക്ക് വലിയ പിന്തുണ ടീച്ചർമാരുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മൾ കണ്ടു, നമ്മുടെ കമന്റ് ബോക്സിലടക്കം കണ്ടതാണ്. പക്ഷേ വാർത്ത അധികം മുന്നോട്ട് പോയില്ല. തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടക സംബന്ധിച്ച് തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ഇന്ന് വൈകിട്ട് 7:30 ഓൺലൈനിലാണ് യോഗം. മന്ത്രിമാരും ദേവസ്വം പ്രതിനിധികളും പങ്കെടുക്കും. സൂരജ് സജീവങ്ങളുമായി. സൂരജ്, ആ പൂരം ശബരിമല കണക്കെ ഒരു രാഷ്ട്രീയ പ്രശ്നം പോലെ ആകുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറിൽ പോലും കാണുന്നുണ്ടായിരുന്നു. അത് തിരിച്ചറിയുന്നുണ്ടോ സർക്കാർ? പരിഹരിക്കാനുള്ള നീക്കങ്ങളുണ്ടോ സൂരജ്? ഹാഷ്മി, അത്തരത്തിൽ തന്നെയാണ് ഈ പൂരം എക്സിബിഷന്റെ തറവാടക സംബന്ധിച്ച തർക്കം അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ BJPക്കും കോൺഗ്രസിനും പുറമെ മറ്റു കക്ഷികൾ കൂടി നീക്കം തുടങ്ങിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക്, അതായത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയുടെയും അതുപോലെ തന്നെ ജില്ലയിലെ മന്ത്രിയായ K. രാജന്റെ നേതൃത്വത്തിൽ ഈ ദേവസ്വം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല യോഗത്തിൽ. പകരം 4-ാം തീയതി ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഈ തർക്കം സംബന്ധിച്ച കേസ് പരിഗണിക്കുന്നുണ്ട്. ആ വേളയിൽ സർക്കാർ കൃത്യമായ നിലപാട് ഹൈക്കോടതിയെ അറിയിക്കാം എന്നുള്ളതാണ് ആ യോഗത്തിൽ തീരുമാനിച്ചത്. പക്ഷേ തൊട്ടു പിന്നാലെ തിരുവമ്പാടിയും പാറമേക്കാവും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. പാറമേക്കാവ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ന് എത്തുന്ന സമയത്ത് മിനി പൂരം അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനം പോലും നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പകൽപൂരം പ്രഖ്യാപിച്ചിട്ടുണ്ട് 2-ാം തീയതി. ഇത്തരത്തിൽ കാശ്മീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമലയ്ക്ക് സമാനമായി ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കം, അത് ബോധപൂർവമായ ഒരു നീക്കം തുടങ്ങിയതോടുകൂടിയാണ് അപകടം മണത്ത സർക്കാർ ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും വൈകിട്ട് 7:30 ഓൺലൈനായാണ് യോഗം വിളിച്ചിട്ടുള്ളത്. അതിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഒപ്പം ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ടാകും. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഈ യോഗത്തോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ജില്ലയിൽ ഉൾപ്പെടെ. പ്രധാനമന്ത്രി വരുന്നുണ്ട്, പ്രധാനമന്ത്രിക്ക് മുന്നിൽ മിനി പൂരം അവതരിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ള ആലോചന നടക്കുന്നതിന് മുൻപ് കൂടി പരിഹരിക്കുക എന്ന ഒരു ആലോചന ഈ യോഗ തീരുമാനത്തിലുണ്ടോ സൂരജ്? തീർച്ചയായും ഹാഷ്മി, 2-3 ദിവസങ്ങൾ, അതായത് 2-ാം തീയതി കോൺഗ്രസിന്റെ പകൽപൂരം, തൊട്ടു പിന്നാലെ 3-ാം തീയതി പ്രധാനമന്ത്രി എത്തുന്നു. അന്നാണ് മിനി പൂരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് CPM-ന് പ്രത്യേകിച്ച് ഇടതുമുന്നണിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതാകില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് 4-ാം തീയതി ഹൈക്കോടതി കേസ് പരിഗണിക്കേണ്ടത് നോക്കി നിൽക്കേണ്ടതില്ല. സർക്കാർ തലത്തിൽ ഇതിനൊരു പരിഹാരം കാണുക, ആ പരിഹാരം പൊതുജനങ്ങളെ അറിയിക്കുക. കൃത്യമായി ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട മറ്റു മന്ത്രിമാരോ ഇതിലെ തീരുമാനം ഔദ്യോഗികമായി തന്നെ അറിയിക്കും എന്ന് നമ്മൾ കരുതുന്നുണ്ട്. കാരണം ഈ പ്രതിഷേധങ്ങളെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് സാഹചര്യം കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇന്നെന്തായാലും ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കാശ്മീർ ഓക്കെ, അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ പൂരം ശബരിമല കണക്കെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രശ്നമൊക്കെ ആവുന്നുണ്ടായിരുന്നു. അത് ദൗർഭാഗ്യകരമാണ്. ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ മുതലെടുപ്പിനൊക്കെ നീക്കം നടക്കുന്നു എന്നുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അതിന് മുൻപ് അത് പരിഹരിക്കേണ്ടതുമാണ്. കാര്യം ഒരുപാട് പേർ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആഘോഷമാണ്, അസാധ്യമായ വൈബുള്ളൊരു ആഘോഷമാണ് പൂരം. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തമാണ്. അത് പരിഹരിക്കുന്നതിലേക്ക് സർക്കാർ പോവുകയുമാണ്. ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ JDU ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന വാർത്ത വരുന്നു. ദേശീയ കൗൺസിൽ ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തത്. മറ്റൊരു പേര് JDUവിന് തൽക്കാലം നിതീഷ് അല്ലാതെ മറ്റൊരാളില്ല. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് നായക്കാവലിൽ ലഹരി വിൽപ്പന. തിരുവനന്തപുരം കടക്കാവൂർ കവലയൂരിൽ നായക്കാവലിൽ ലഹരി വിറ്റിരുന്ന കേന്ദ്രം വളഞ്ഞ് പോലീസ് 3 പേരെ പിടികൂടി. കവലയൂർ, ആറ്റിങ്ങൽ, നഗരൂർ സ്വദേശികളായ ഷൈൻ, രാഹുൽ, ബിജോയ് എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവും MDMAയും 1.25 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. കടക്കാവൂരും പരിസര പ്രദേശങ്ങളിലും ലഹരി വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11ഓടെ ലഹരി വിൽപ്പന നടക്കുന്നതിനിടയിലാണ് ഷാഡോ സംഘത്തിന്റെ സഹായത്തോടെ പോലീസ് കടക്കാവൂർ കവലയൂരിലെ കേന്ദ്രം വളയുന്നത്. 8ഓളം നായ്ക്കളെ വീടിനു കാവൽ നിർത്തിയായിരുന്നു ലഹരി കച്ചവടം. വീട് വളഞ്ഞ സാഹസികമായാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. മണമ്പൂർ സ്വദേശി ഷൈൻ, തോട്ടക്കാട് സ്വദേശി ബിജോയ്, അവനവൻചേരി സ്വദേശി രാഹുൽ എന്നിവരാണ് പിടിയിലായത്. ഇപ്പോൾ SP ഓഫീസിലെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സ്ക്വാഡും നമ്മുടെ കടക്കാവൂർ പോലീസും വളരെ സാഹസികമായിട്ടാണ് ഇവന്മാരെ പിടിച്ചത്. അതിൽ നമുക്കെല്ലാവർക്കും ഈ ഉദ്യോഗസ്ഥരോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. കഞ്ചാവും MDMAയും അടക്കം വീട്ടിൽ നിന്ന് മയക്കുമരുന്നു ശേഖരവും പിടികൂടി. 10.1 ഗ്രാം MDMAയും 650 ഗ്രാം കഞ്ചാവും 1,30,000 രൂപയും പിടിച്ചെടുത്തതിൽ ഉൾപ്പെടുന്നു. പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. 24 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്നൊരു ആന അവശ്യ നിലയിലാണ്. ഒരുപാട് ആരാധകർക്കുള്ള ആനയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എത്തിച്ച കൊമ്പനാണ് എഴുന്നേക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത്. നമ്മുടെ വിനിതയ്ക്കെതിരായ കള്ളക്കേസിൽ രോഷം ഉയരുന്നു. നവകേരള ബസ്സിന് നേരെയുണ്ടായ ഷുവർ റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനിത വിജയെ കേസിൽപ്പെടുത്തിയതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു. ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു തുടങ്ങി. CDR ചോർത്തിയത് പോലീസിന് വലിയ തലവേദനയുമായി. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പോലീസ് നടപടിക്കെതിരെ LDFിലെ പ്രബല കക്ഷിയായ CPIയുടെ ദേശീയ നേതൃത്വം തന്നെ രംഗത്ത് വന്നു എന്നതാണ് ശ്രദ്ധേയം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലവും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒപ്പമാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ പ്രതികരിച്ചു. വിനീതയുടെ കാര്യത്തിലും മറിച്ചൊരു നിലപാടില്ലെന്ന് ആനി രാജ. മാധ്യമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം വിലമതിക്കുന്ന പാർട്ടികളായതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആ നിലപാട് തന്നെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം അതിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്നവരെ സർക്കാർ തെരഞ്ഞു പിടിക്കുകയാണെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. ഫോൺ വിവരങ്ങൾ ചോർത്തിയത് വലിയ തെറ്റെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ആ ജനാധിപത്യത്തിൻ്റെ ജീവവായു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമെന്ന കാര്യം മനസ്സിലാക്കണം. ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാക്കിയാണ് നരേന്ദ്രമോദിയുടെ അതേ പാതയിലൂടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പോകുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്ത നടപടി അപലപനീയമാണ്, ശക്തിയായിട്ട് അപലപിക്കപ്പെടണം. പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അപരാധമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അതേസമയം DPR ചോർത്തിയ സംഭവം പോലീസിന് ഇതിനോടകം വലിയ തലവേദനയായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകയും KSU പ്രവർത്തകരും തമ്മിലുള്ള കോൾ ഡീറ്റെയിൽസ് സൈബർ ഇടങ്ങളിൽ എത്തിയതിന് പിന്നിൽ പോലീസ് സഹായം ഉണ്ടെന്നാണ് ആക്ഷേപം. 24 കൊച്ചി. അപ്പോൾ നമ്മൾ പലയാവർത്തി പറഞ്ഞാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഉത്തരേന്ത്യയിലെയൊക്കെ മാധ്യമവേട്ടയെക്കുറിച്ച് നിരന്തരം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന, എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടാനുള്ള കേസ് പിൻവലിക്കണം എന്ന ആവശ്യം ഇടതുപക്ഷ നേതാക്കളിൽ നിന്ന് ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ബിനു സുമേഷ് പറയുകയാണ്, സാർ കൊറോണ പ്രിലിംസ് പിന്നെ വൈകിയുള്ള റിസൾട്ട്, അത് പിന്നീട് അതിൻ്റെ മെയിൻ എക്സാം, അങ്ങനെ 3-4 വർഷം നഷ്ടപ്പെട്ട PSC ഉദ്യോഗാർത്ഥികൾ സംഘടിച്ച എല്ലാ മന്ത്രിമാർക്കും നിവേദനം നൽകി, അതിൻ്റെ വല്ലതും എന്ന് ചോദിക്കുന്നു. ബിനു, എന്തോ ചില ആലോചനകൾ നടക്കുന്നു എന്നല്ല, അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല, എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അത് ഏറ്റവും യുക്തമായ, ഏറ്റവും ജനുവിനായ ഒരു ആവശ്യം നിങ്ങൾ ഉന്നയിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയുമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ്. 3 സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യയിലെ
റോഡ്, റെയിൽ, വ്യോമഗതാഗതം മൂടൽമഞ്ഞിനെ തുടർന്ന് തടസ്സപ്പെട്ടു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദൃശ്യപരിധി 100 മീറ്ററിൽ താഴെയായി. ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് മൂടൽമഞ്ഞിനെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. മൂടൽമഞ്ഞ് 2 ദിവസം കൂടി ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പുകമഞ്ഞ് ജനജീവിതത്തെ രൂക്ഷമായി ബാധിച്ചു. വ്യോമ, റെയിൽ, റോഡ് ഗതാഗതത്തെ ബാധിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ 100-ലധികം വിമാനങ്ങൾ വൈകി. 11 ട്രെയിനുകളും വൈകിയതായി ഉത്തര റെയിൽവേ അറിയിച്ചു. നോയിഡയിൽ 2 ദിവസത്തേക്ക് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. പുകമഞ്ഞിൽ ദൃശ്യപരിധി കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ റോഡ് അപകടങ്ങളിൽ ഉത്തർപ്രദേശിൽ 4 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഫോഗ് ലൈറ്റ് ഉപയോഗിക്കണം, സുരക്ഷിത അകലവും വേഗവും പാലിക്കണം എന്നതടക്കം റോഡ് യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കി. 24 ഡൽഹി. വർഷം ഉപയോഗിക്കുന്നു. ആനയ്ക്ക് എന്തു പറ്റിയതാ ഒന്നുകൂടി പറയൂ. ആനയ്ക്ക് എന്താണ് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. ആനയെ വിശ്രമം നൽകാതെ ഉത്സവത്തിന് കൊണ്ടുവരികയായിരുന്നു നാട്ടുകാർ പറയുന്നു. പ്രായാധിക്യ മൂല്യമുള്ള ബുദ്ധിമുട്ട് എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ആനയൊക്കെ അല്ലേ, അതിനും റസ്റ്റൊക്കെ വേണമല്ലോ. ഇവിടെ വേറൊരു പക്ഷേ വസന്തകുമാരിക്ക് വിനീതയുടെ കേസ് ഒന്ന് വേഗം തീർപ്പാക്കൂ, അതൊരു മിടുക്കി കുട്ടിയാണ്, അതിന് അവാർഡ് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിയത് ഇങ്ങനെ, അത് പറ്റില്ല. അവർ ജോലിയിൽ തുടങ്ങി, അവർ ജോലി തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, സ്ട്രോങ് ആണ്, എക്സ്ട്രാ സ്ട്രോങ് ആണ്. കേസൊക്കെ നമുക്ക് നോക്കാന്നേ. അപ്പോൾ വേറൊരു പ്രൊഡക്ഷൻ വേറെന്തോ ചോദിച്ചാൽ മോഹനം PM ചോദിക്കും, നമ്മുടെ സ്ഥിരം ചേട്ടനാണ്. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കിയ ശേഷം തറയും കൂടി JCB ഉപയോഗിച്ച് മാന്തി എടുക്കുന്നത് തടയാൻ കൗൺസിലർമാരെത്തി. എന്തോ ചേട്ടാ അവിടെ മോഹൻ ചേട്ടൻ ശബരിമല ഇറങ്ങിയോ? ഓക്കെ, തിരികെ എത്താം. ചെറിയൊരു ഇടവേളയ്ക്ക് മുൻപ് ഒരു കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ അഗൈൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കുറച്ച് പേരെങ്കിലും ഭക്ഷണം കഴിച്ച് ഉണ്ടാകുമെന്ന് കരുതുന്നു. ബാക്കി പേര് പെട്ടെന്ന് ചോറുണ്ണ, 2-2:30 മുമ്പെങ്കിലും ചോറുണ്ണണം. ബിനു സുമേഷ് പറയുകയാണ്, സാർ മറ്റ് സംസ്ഥാനങ്ങൾ PSC ഏജ് റിലാക്സേഷൻ നൽകി, ഞങ്ങൾക്ക് LDC LGS എന്നിവ അപ്ലൈ ചെയ്യുന്നതിനുള്ള കാലാവധി കഴിയുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ബിനു സുമേഷ് ചോദിക്കുകയാണ്. ബിനു, ചെയ്യേണ്ടത് സർക്കാരാണ്. ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞ് എടുക്കേണ്ടത് നയപരമായ തീരുമാനമാണ്. അത് നിങ്ങൾ, എനിക്ക് തോന്നുന്നു നവകേരള സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് അടക്കം നിങ്ങൾ നേരിട്ട് ഈ നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നെ മറ്റൊരാൾ ഇന്നലെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഈ കാര്യം. അപ്പോൾ സർക്കാർ തീരുമാനം എടുക്കട്ടെ. എന്തോ ഒരു ആലോചന നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്, പക്ഷേ ഞാൻ സ്ഥിരീകരിക്കുന്നില്ല കേട്ടോ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ JDU ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ദേശീയ കൗൺസിൽ ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത്. ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗ് സ്ഥാനമൊഴിഞ്ഞ് നിതീഷിന് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, നിതീഷ് അല്ലാതെ മറ്റൊരു പേരവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ഹാഷ്മി, നിതീഷിന്റെ പേര് മാത്രമാണ് ഇന്ന് ഉയർന്നു വന്നത്. ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗ് രാജിവെക്കുന്നതായി ഇന്ന് ഡൽഹിയിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നിതീഷ് കുമാറിന്റെ പേര് മറ്റ് നേതാക്കൾ നിർദ്ദേശിച്ചു. അത് ഐകകണ്ഠമായി ദേശീയ കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിലേക്ക് പാർട്ടി എത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ലാലൻ സിംഗും നിതീഷ് കുമാറും തമ്മിൽ ഇടഞ്ഞു നിൽക്കുകയാണ് എന്നും പാർട്ടിക്ക് ഉള്ളിൽ 2 ധ്രുവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നും അധികാരം ഒറ്റയാളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ യോഗത്തിൽ ഇതുവരെയുള്ള സാഹചര്യം അനുസരിച്ച് നിതീഷ് കുമാറിന്റെ പേര് ഐകകണ്ഠമായി തന്നെ അംഗീകരിക്കുകയായിരുന്നു യോഗം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഉച്ചയൂണിനായി ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ചേർന്ന യോഗം പിരിഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം ചേരും. സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഈ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് യോഗത്തിന് മുമ്പായി JDU വക്താവ് KC ത്യാഗി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ടു പോക്ക്, ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽ എത്ര സീറ്റുകൾ JDU ആവശ്യപ്പെടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകും. പ്രചരണ തന്ത്രങ്ങൾ അടക്കമുള്ളവ ഈ യോഗത്തിൽ രൂപീകരിക്കും എന്നാണ് നിലവിൽ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ട് ഈ യോഗം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും നിതീഷ് കുമാറിന്റെ പേര് ഔദ്യോഗികമായി പാർട്ടി അധ്യക്ഷനായി തെരഞ്ഞെടുത്ത്
അടുത്ത കാര്യം പ്രഖ്യാപിക്കുക? ഹഷ്മി. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. മാത്രമല്ല അയോധ്യയിലേക്ക് പോകുന്നില്ല എന്നൊരു രാഷ്ട്രീയ നിലപാടൊക്കെ പ്രഖ്യാപിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള നിതീഷിന്റെ ഉയർച്ച മറ്റു ചില ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാകണം എന്ന് ഉറപ്പായും പറയാം. ബാലേന്ദ്രൻ ചേട്ടൻ ചോദിക്കുന്നു, ഹാഷ്മി സ്കാൻ സാർ പറഞ്ഞു താങ്കൾക്ക് പനിയാണെന്ന്, എങ്ങനെ കുറവുണ്ടോ? ഇല്ല, ചെറിയൊരു കോൾഡേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിക്കണം, കോവിഡ് വട്ടമിട്ട് കറങ്ങുന്നു, വാർത്ത വായിക്കുമ്പോൾ മാസ്ക് വെക്കുക എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ കുറേ കാലം മാസ്ക് ഇട്ട് വാർത്ത വായിച്ചൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും മാസ്ക് കാലത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയാണോ എന്നൊരു ഭീതി ഇല്ലാതില്ല. അപകടപ്പൊഴിയാക്കിയത് അശാസ്ത്രീയ നിർമ്മാണമോ? മുതലപ്പുഴയിൽ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്ര ഏജൻസിയായ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനാണ് അപകട കാരണങ്ങളെക്കുറിച്ച് പഠിച്ചത്. പുലിമുട്ടുകളുടെ ഘടനയിൽ മാറ്റം വരുത്തണം എന്നാണ് റിപ്പോർട്ടിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം. കേന്ദ്ര ഏജൻസിയായ CWPRS സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുതലപ്പുഴയിലെ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകും. അഴിമുഖത്തിന്റെ തെക്കുഭാഗത്തു നിന്ന് പുതിയൊരു പുലിമുട്ട് നിർമ്മിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് തുറക്കുന്ന രീതിയിൽ പുലിമുട്ട് വികസിപ്പിക്കാനാണ് റിപ്പോർട്ടിൽ നിർദ്ദേശം. അതേസമയം പുതിയ അലൈൻമെന്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട്. ഇത്തരത്തിൽ പുലിമുട്ട് നിർമ്മിച്ചാൽ ഒരു വശത്തു നിന്നുള്ള തിരയെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും കായലിൽ നിന്നുള്ള മണലിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടുമെന്നും മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. തൊഴിലാളികളുടെ ആശങ്കകൾ കൂടി പരിഹരിച്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത. മുതലപ്പുഴയിലുണ്ടായ അപകടങ്ങളിൽ നിരവധി മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. അപകടങ്ങൾ തുടർക്കഥയായത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് തുറമുഖത്തുണ്ടാകുന്ന അപകടങ്ങൾ പഠിക്കാൻ കേന്ദ്ര ഏജൻസിയെ നിയോഗിച്ചത്. 24 തിരുവനന്തപുരം. കോട്ടയം മുണ്ടക്കയത്ത് മോഷണക്കേസുമായി ബന്ധപ്പെട്ട് യുവാവിനെ പോലീസ് നഗ്നനാക്കി മർദ്ദിച്ചെന്ന് പരാതി. സ്വകാര്യ കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതിയും നൽകി. എന്നാൽ നിരീക്ഷണ ക്യാമറയിൽ മോഷണം നടത്തിയതിന് തെളിവുണ്ടെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് കള്ളപ്പരാതി ഉന്നയിക്കുന്നതെന്നും പോലീസ് പറയുകയുമാണ്. മുണ്ടക്കയത്തെ സ്വകാര്യ കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അഫ്സലാണ് പോലീസിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 2 ലക്ഷത്തോളം രൂപ ജോലിസ്ഥലത്ത് നിന്നും മോഷണം പോയത്. സംഭവ ദിവസം സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ആളെന്ന നിലയിൽ മുണ്ടക്കയം പോലീസ് തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെന്നും മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് അഫ്സലിന്റെ ആരോപണം. പിന്നെ എന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി വിളിച്ചിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. സ്റ്റേഷനിലോട്ട് വന്നിട്ട് വരാൻ മാറി ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം എന്നോട് എന്നെ അവിടെ നടന്നതെന്ന് പറയാൻ പറഞ്ഞു. ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നുവെച്ചാൽ പറഞ്ഞു എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇത് ഓരോ സാറുമാർ വന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുമായിരുന്നു, നീ തന്നെ എടുത്ത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നെ ഇടിക്കുമായിരുന്നു. അഫ്സൽ മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങളടക്കം തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. തെളിവോടെ പിടിക്കപ്പെട്ടപ്പോൾ സ്ഥാപന ഉടമയ്ക്ക് പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ച് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ അഫ്സൽ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും മർദ്ദന പരാതി ഉന്നയിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ വാദം. എന്നാൽ അഫ്സൽ ജോലിസ്ഥലത്ത് നിന്നും പോയതിനു ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ അഫ്സലിനെതിരെ മുണ്ടക്കയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 24 കോട്ടയം. ജോസഫ് ചോദിക്കുന്നത് എന്ത് പോലീസാണ്? നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ത് പോലീസാണ്. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ BJP നേതാവും നടനുമായ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി. പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി പോലീസിനോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 27 കേസിനാസ്പദമായ സംഭവം. കോഴിക്കോട് തളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ തോളിൽ അനുവാദമില്ലാതെ കൈവച്ചുവെന്നാണ് കേസ്. പോലീസ് കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ അയവില്ല. സിനഡ് കുർബാന അർപ്പിച്ച വൈദികരെ ആക്രമിച്ച സംഭവത്തിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് ഔദ്യോഗിക വിഭാഗം ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധിച്ചു. സിനഡ് നിർദ്ദേശം മറികടന്ന് ചില വൈദികർ ഏകീകൃത കുർബാന തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും ഔദ്യോഗിക വിഭാഗം ആരോപിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ ക്രിസ്മസിനു ശേഷം ഏകീകൃത കുർബാന മാത്രമേ നടത്താവൂ എന്നായിരുന്നു മാർപ്പാപ്പയുടെ നിർദ്ദേശം. എന്നാൽ ക്രിസ്മസ് ദിനത്തിലൊഴികെ ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ കുർബാനയാണ് നടത്തിയത്. സിനഡ് നിർദ്ദേശമനുസരിച്ച് കുർബാനയർപ്പിച്ച പല പള്ളികളിലും സംഘർഷമുണ്ടായി. വൈദികരെ പൂട്ടിയിടുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് സിനഡ് അനുകൂല വിഭാഗം അതിരൂപത ആസ്ഥാനമായ ബിഷപ്പ് ഹൌസിലേക്ക് എത്തിയത്. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെ കണ്ട പ്രതിഷേധക്കാർ അക്രമം നടത്തിയ മറുവിഭാഗത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടു.
വൈദികരെയും വിമത ഗുണ്ടകളെയും അണിനിർത്തിക്കൊണ്ട് വൈദികരെ പീഡിപ്പിക്കുന്ന പരിപാടി ആരംഭിച്ചത്. ഷൈജു ആന്റണി, പി ജനാർദ്ദൻ, ജെമ്മി അഗസ്റ്റിൻ, തങ്കച്ചൻ പേരിയൽ, റിജു കാഞ്ഞൂക്കാരൻ, ഇത്തരത്തിലുള്ള അൽമായ ഗുണ്ടകളെ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട നടപടികളിലേക്ക് വരെ സഭ തീരുമാനമെടുക്കണമെന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ വൈദികർക്കെതിരെ നടന്ന അക്രമത്തിൽ അപലപിച്ച് പ്രസ്താവന ഇറക്കാമെന്ന അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെ ഉറപ്പിലാണ് ഔദ്യോഗിക വിഭാഗം സമരം അവസാനിപ്പിച്ചത്. സിനഡ് നിർദ്ദേശം ലംഘിച്ച് ജനാഭിമുഖ കുർബാന അർപ്പിച്ച വൈദികർക്കെതിരെയുള്ള നടപടിയിൽ വത്തിക്കാൻ പ്രതിനിധി സിറിൽ വാസിലുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ബിഷപ്പ് ഉറപ്പു നൽകിയതായി ഔദ്യോഗിക വിഭാഗം അറിയിച്ചു. ജനാഭിമുഖ കുർബാന അർപ്പിച്ച വൈദികർക്കെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് വിമത വിഭാഗത്തിന്റെ തീരുമാനം. 24 കൊച്ചി. ജോസ്ഫിൻ ജോസഫ് പറയുകയാണ്, ഹാഷ്മി ബ്രോ അലമ്പുണ്ടാക്കുന്നവരെ ചാട്ടവാറിനടിക്കാൻ യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അലമ്പുണ്ടാക്കുന്നവർ ആരാണ് എന്നൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ടല്ലോ ജോസ്ഫിനെ. വർഷിപ്പ് പറയുന്നു, ഗതാഗത വകുപ്പിന് ഇനി അല്പം ജീവൻ വീഴും, KSRTCക്ക് എത്തി സന്തോഷിക്കാം, അഴിമതിയൊക്കെ കുറയും, കൊടുക്കുന്ന വകുപ്പ് ഏറ്റവും മനോഹരമായി ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യും. ആ നിലപാട് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ കുളിമുറിയിലെ തൊട്ടിയിൽ വീണ 14 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച 4 പെൺകുട്ടികൾ. പാലക്കാട് ചിറ്റൂർ കണക്കമ്പാറയിലാണ് കുഞ്ഞ് തൊട്ടിയിൽ വീണത്. സംശയങ്ങളെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. ബുധനാഴ്ച ഉച്ചയോടെയാണ് കുഞ്ഞിന്റെ അമ്മ ലിനി കുട്ടിയെ കാണാനില്ലെന്ന് വീട്ടുവരാന്തയിൽ ഇരിക്കുകയായിരുന്ന പെൺകുട്ടികളോട് പറഞ്ഞത്. ഉടനെ 4 സംഘം വീട്ടിൽ പരിശോധന നടത്തി. ഒടുവിൽ ശുചിമുറിയിലെ തൊട്ടിയിൽ കുഞ്ഞിനെ കണ്ടെത്തുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ ലിനിയും കുഞ്ഞിന്റെ മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇയാളാണ് ആദ്യം എന്നെ ഒന്ന് വിളിച്ചത്. ഞാൻ ഈ ചേച്ചി കാണാനില്ല എന്ന് പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചേച്ചി കുഞ്ഞിനെ കാണാനില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ പോകുമ്പോഴത്തേക്കും കുഞ്ഞിനെ കിട്ടി. കാരണം ഇവർ ആദ്യമേ ഉള്ളിൽ കയറിപ്പോയി റൂം ചെക്ക് ചെയ്തതും നെക്സ്റ്റ് ഇവർ നോക്കിയത് ആ സൈഡിലേക്കാണ്. ആ സൈഡിൽ പോയി നോക്കിയപ്പം ആ ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ തുറന്നു കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റി, അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല. അനക്കമില്ലാതിരുന്ന കുഞ്ഞിന് CPR അടക്കം നൽകിയാണ് പെൺകുട്ടികൾ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കുട്ടിനെ മേടിച്ച് അവിടെ ആ തിണ്ണയിലിരുന്നിട്ടാണ് ഫുൾ വെള്ളം കയറി ആകെ ഒരു മാതിരി അവസ്ഥയിലായിരുന്നു കുഞ്ഞ്. അപ്പം എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പം ചെറിയ കുട്ടിയല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ പെട്ടെന്ന് ആ കുഞ്ഞിനെ പിടിച്ചതാക്കി CPRും പിന്നെ അവർ ആവശ്യമില്ല വെള്ളം പുറത്ത് കളയാൻ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെള്ളം പുറത്ത് പോയപ്പോൾ തന്നെ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങി. അതിന് മുൻപ് വരെ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ചിറ്റൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞ് അപകടനില തരണം ചെയ്തു. 24 പാലക്കാട്. എന്തായാലും ആ 4 പെൺകുട്ടികളുടെ ഔദ്യോഗികമായ ഇടപെടൽ അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഒരു കുഞ്ഞിന് ജീവൻ രക്ഷിക്കുകയാണ്. പിന്നെ എന്താണ് ആ സംഭവത്തിന് പിന്നിൽ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. അപ്പോൾ ഓക്കെ, അതാണ്ട് വീണ്ടും വരുന്നുണ്ടോ മണ്ടക്കടി. അടുത്ത മണ്ടക്കടി സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുത നിരക്ക് വർധനയ്ക്ക് KSEBയുടെ നീക്കമെന്നുള്ളതാണ്. റെഗുലേറ്ററി കമ്മീഷൻ ഏർപ്പെടുത്തിയ സർചാർജ് 16 പൈസയാക്കി ഉയർത്തണം. ഇതോടൊപ്പം ബോർഡ് ഈടാക്കുന്ന സർചാർജ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകും. നിലവിൽ റെഗുലേറ്ററി കമ്മീഷനും വൈദ്യുതി ബോർഡും പ്രത്യേകം സർചാർജ് ഈടാക്കുന്നുണ്ട്. യൂണിറ്റിന് 9 പൈസയാണ് കമ്മീഷൻ ഏർപ്പെടുത്തിയ സർചാർജ്. യൂണിറ്റിന് 10 പൈസ വീതം വൈദ്യുതി ബോർഡും സർചാർജ് ഈടാക്കുന്നു. ഈ സർചാർജുകൾ അപര്യാപ്തമാണെന്ന് വിലയിരുത്തിയാണ് വർധന വരുത്താൻ ബോർഡ് നീക്കം തുടങ്ങിയത്. കമ്മീഷൻ ഏർപ്പെടുത്തിയ സർചാർജ് 9 പൈസയിൽ നിന്ന് 16 പൈസയായി വർദ്ധിപ്പിക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടു. ബോർഡ് സ്വമേധയെ ഏർപ്പെടുത്തിയ സർചാർജ് 10 പൈസയിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകും. ബോർഡിന്റെ ആവശ്യം കമ്മീഷൻ അനുവദിച്ചാൽ യൂണിറ്റിന് 20 പൈസയുടെ അധിക ബാധ്യത ഉപഭോക്താക്കൾക്കുണ്ടാകും. കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്ത് 92 കോടിയുടെ ബാധ്യതയുണ്ടായെന്നാണ് ബോർഡിന്റെ വിശദീകരണം. നിലവിലുള്ള നിരക്കിൽ സർചാർജ് ഈടാക്കിയാൽ നഷ്ടം അടുത്ത കാലത്തൊന്നും തിരികെ ലഭിക്കില്ലെന്നും KSEB വാദിക്കുന്നു. 24 തിരുവനന്തപുരം. അല്ലെങ്കിൽ തന്നെ അധിക നികുതി വർധനയിൽ സകലവിധமான വിലക്കയറ്റത്തിലും നട്ടം തിരിഞ്ഞും വട്ടായിരിക്കുന്ന മനുഷ്യരുടെ മുകളിലേക്ക് പിന്നെയും വരികയാണ്. ആരോട് പറയാൻ എന്ന കാര്യത്തിൽ പറയാനുള്ളൂ. ഇവിടെ സൂരജ് വാര്യർ പറയുന്നു, ഹായ് ഹാഷ്മി, ടുഡേ ഈസ് മൈ അമ്മാസ് ബർത്ത്ഡേ ഹു ഈസ് എ ബിഗ് ഫാൻ ഓഫ് യു. ഹാപ്പി ബർത്ത്ഡേ അമ്മ, ഹാപ്പി ബർത്ത്ഡേ. എത്ര ചാട്ട വേണ്ടി വരുമെന്ന് വർഷം ചോദിക്കുന്നു. മറ്റേ അലമുണ്ടാക്കുന്ന ഒരു ചാട്ടവാറിനടിക്കണമെന്ന് നേരത്തെ ജോസ്വിൻ പറഞ്ഞതിൻ്റെ മറുപടി ചോദിക്കുന്നു. സലീം ഇഷ്ടപ്പെട്ടതേ വായിക്കുള്ളൂ ഹാഷ്മി. അങ്ങനെയൊന്നുമില്ല, എല്ലാം വായിക്കും. ഏതാണ് വായിക്കാത്തത്? അപ്പോൾ മക്കളെ വെരി ഗുഡ് എന്ന ആ 4 പെൺകുട്ടികൾക്ക് അഭിനന്ദനം അറിയിക്കുന്ന വസന്തകുമാരി. തൊട്ടിയല്ല ചരിവം എന്ന് ഷാജി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ചേട്ടാ അതെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളും ഈ പാത്രത്തിന് പല പേരുകൾ പറയും. അങ്ങനെ ഉണ്ടാവുന്നതാണ്. ആ കുഞ്ഞ് വീണ തൊട്ടിയെപ്പറ്റി പറഞ്ഞാൽ തോന്നുന്നു. ഓക്കെ.
അപ്പോൾ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്തിര കുടുങ്ങിയ കേസിൽ തുടർ നടപടി ചർച്ച ചെയ്യാൻ ജനുവരി 1 സമരസമിതിയുടെ പ്രത്യേക യോഗം ചേരും. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്ന് ഹർഷിന 24-നോട് പറഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും സമരം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല ഹർഷിനയും സമരസമിതിയും. കുറ്റക്കാർക്ക് ശിക്ഷ ലഭ്യമാകുന്ന തെളിവുകൾ ഉൾപ്പെടെ കുറ്റപത്രത്തിലുണ്ട്. പക്ഷേ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ അനുകൂല സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇക്കാര്യവും തുടർ നടപടിയും ചർച്ച ചെയ്യാനാണ് ജനുവരി 1 യോഗം ചേരുന്നത്. നമുക്ക് പൂർണ്ണമായ നീതിയിൽ എത്തിയിട്ടില്ല. നഷ്ടപരിഹാരം കൂടി കിട്ടുമ്പോൾ മാത്രമേ പൂർണ്ണ നീതിയിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറ്റപത്രത്തിന്റെ കോപ്പി കിട്ടിയാലുടൻ നമ്മൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ജനുവരി 1 സമരസമിതിയുടെ ഒരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. കുറ്റപത്രത്തിന്റെ പകർപ്പ് കിട്ടിയാലുടൻ കോടതിയെ സമീപിക്കാനാണ് നിലവിലെ തീരുമാനം. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. ഇന്നലെയാണ് കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമാണ് പ്രതികൾ. 2017 നവംബറിലാണ് 3ാം പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. 24 കോഴിക്കോട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 3 SFI പ്രവർത്തകർ കൂടി പിടിയിലായി. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 11 SFI പ്രവർത്തകരായ അശ്വിൻ, സാംസൺ, സനൽ എന്നിവരാണ് പിടിയിലായത്. ജാമ്യമില്ലാ വകുപ്പാണ് പിടിയിലായ 11 പേർക്കുമെതിരെയും ചുമത്തിയിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയവയാണ് വകുപ്പുകൾ. മുഖ്യപ്രതി നിതിൻ പുല്ലനെ 23-ന് ഒല്ലൂരിൽ നിന്ന് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ 22-നായിരുന്നു സംഭവം. ചാലക്കുടി ITയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന SFI വിജയാഹ്ലാദത്തിന് ശേഷം ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പോലീസ് പിഴയടപ്പിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് നിതിൻ പുല്ലന്റെ നേതൃത്വത്തിലുള്ള SFI DYFI പ്രവർത്തകർ ജീപ്പ് തകർത്തത്. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് SFI ABVP തർക്കം നിലനിന്നിരുന്ന പ്രദേശത്തെ ഇരു കൂട്ടരുടെയും ബാനറുകളും കൊടിതോരണങ്ങളും പോലീസ് നീക്കം ചെയ്തിരുന്നു. ഇതും പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തിന് പ്രകോപനമായി. 24 തൃശൂർ. PDPP ആക്റ്റൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പൈസ മൊത്തം കെട്ടിവെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് വല്ലാത്തൊരു വകുപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആ കേസിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്. അതായത് വേറെ പ്രേക്ഷ പറയുകയാണ്, ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുൻപുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നിബന്ധനകൾ ഇന്ന് തന്നെ പോലീസ് അനൗൺസ് ചെയ്യണം. അല്ലെങ്കിൽ പലയിടത്തും ദുരന്തമുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഈ പറയുന്നത് പോലെയുള്ള നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ കളമശ്ശേരിയിലൊക്കെ കണ്ടതുപോലെയുള്ള സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിബന്ധനകളൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് അതിനനുസരിച്ച് അറേഞ്ച്മെന്റ് നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്തർ സംസ്ഥാന ബന്ധം സംശയിക്കുന്ന പോലീസ് ഇതുവരെ 11 പേരെ ചോദ്യം ചെയ്തു. പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. എംബസിക്ക് സമീപത്തെ നിയന്ത്രിത സ്ഫോടനത്തിലെ പ്രതികൾ 4ാം ദിനവും കാണാമറയത്താണ്. ജാമിയ നഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിലെത്തിയ വ്യക്തിയാണ് സ്ഫോടനം നടത്തിയതെന്ന നിഗമനത്തിലാണ് ഡൽഹി പോലീസ് ഉള്ളത്. ഇയാൾക്ക് ഹിന്ദി ഭാഷ അറിയില്ലെന്നും ഡൽഹി പോലീസ് പറയുന്നു. വിവിധ അന്വേഷണ ഏജൻസികൾ ഇതുവരെ 11 പേരെ ചോദ്യം ചെയ്തു. സ്ഫോടനത്തിന് തൊട്ടുമുൻപ് പ്രദേശത്തുണ്ടായിരുന്നവരുടെ പട്ടിക തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ. CCTV ക്യാമറകളിൽ നിന്നും പ്രദേശത്ത് ആക്റ്റീവായ സിം കാർഡുകളിൽ നിന്നുമാണ് ആളുകളെ കണ്ടെത്തിയത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കൾ കണ്ടെത്താനുള്ള ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. അതിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം CCTV ക്യാമറയിൽ കണ്ട യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. 24 ഡൽഹി. ലില്ലി ചോളിയിൽ പറയുകയാണ്, ജീസസ് എടുത്ത ചാട്ട ഒരു പ്രതീകം മാത്രമാണ്. ബൈബിൾ വാക്യങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മനുഷ്യന്റെ ഉള്ളിലെ തിന്മകളെല്ലാം സ്വയം അടിച്ച് പുറത്താക്കണമെന്നാണ് ജീസസ് ഉദ്ദേശിച്ചത്. അത് മാത്രമാണോ? അനീതിക്കെതിരെ, അതിക്രമികൾക്കെതിരെ, അക്രമം ചെയ്യുന്നവർക്കെതിരെയൊക്കെ എടുത്ത ചാട്ടയല്ലേ അത്? ആ ചാട്ടയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടെന്നേ കാലാകാലങ്ങളിൽ. മെഡിക്കൽ കോളേജുകൾ ഒഴികെയുള്ള സർക്കാർ ആശുപത്രികളിലെ ഡോക്ടേഴ്സിന്റെ സ്വകാര്യ പ്രാക്ടീസിന് കർശന നിയന്ത്രണം. ക്ലിനിക്കുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവയോട് ചേർന്ന് പ്രാക്ടീസ് നടത്തിയാൽ പിടിവീഴും. താമസ സ്ഥലത്ത് മാത്രമാണ് പ്രാക്ടീസിന് അനുമതിയുള്ളതെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെയുള്ള ഡോക്ടേഴ്സിന്റെ സ്വകാര്യ പ്രാക്ടീസിനാണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. ഡോക്ടേഴ്സ് താമസിക്കുന്ന സ്ഥലത്തു മാത്രമാണ് സ്വകാര്യ പ്രാക്ടീസിന് അനുമതി. താമസിക്കുന്ന സ്ഥലമാണെന്ന് വ്യക്തമാക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആരോഗ്യവകുപ്പിൽ ഹാജരാക്കണം. ആശുപത്രി, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവയോട് ചേർന്നും വാണിജ്യ സമുച്ചയങ്ങളിലും ഉൾപ്പെടെ നടത്തുന്ന സ്വകാര്യ പ്രാക്ടീസ് കുറ്റകരമാകും. അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ഉത്തരവ് വ്യവസ്ഥ ചെയ്യുന്നു. ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ കിടത്തി ചികിത്സയുള്ള രോഗികളെ ഡോക്ടേഴ്സ് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലത്ത് പരിശോധിക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യുന്നതിന് നേരത്തെ തന്നെ വിലക്കുണ്ട്. പരിശോധനയ്ക്കും രോഗനിർണയത്തിനും ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നിടത്ത് ഉപയോഗിക്കാവൂ. നഴ്സുമാരെയോ മറ്റു മെഡിക്കൽ ടെക്നീഷ്യന്മാരെയോ നിയമിക്കാൻ പാടില്ല. ആശുപത്രിയിൽ നൽകിയ സേവനത്തിന്
ഡോക്ടേഴ്സിന്റെ വീടുകളിൽ പോയി ഉപഹാരമോ പണമോ നൽകിയാൽ രോഗികൾക്കും പിടിവീഴും. അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ജെറി പറയുകയാണ്, മനുഷ്യച്ചങ്ങലല്ല വേണ്ടത്, കേരളത്തിലെ ജനങ്ങൾക്ക് ജോലി അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് ഡിവൈഎഫ്ഐ ചെയ്യേണ്ടതെന്ന് പറയുന്നു. മനുഷ്യച്ചങ്ങല ഉണ്ടാക്കട്ടെ. അതോടൊപ്പം ഈ പറയുന്നത് പോലെ ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മൾ നേരത്തെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഉദ്യോഗാർത്ഥികളിലൊക്കെ നീണ്ട നിര ഉണ്ടാവുന്നുണ്ട്. അത് ഡിവൈഎഫ്ഐ അടക്കം യുവജന സംഘങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. കാര്യം അവർ വലിയ പ്രതിസന്ധിയിലാണ് പല ഉദ്യോഗാർത്ഥികളും. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ മധ്യ ഗസയിൽ നിന്ന് പലസ്തീൻ പൗരന്മാരുടെ കൂട്ടപ്പലായനം തുടരുന്ന UN അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സേന മുന്നേറ്റം തുടരുകയാണ്. തുടർച്ചയായ ബോംബാക്രമണങ്ങൾ അടിയന്തര ചികിത്സ എത്തിക്കുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് UN മാനുഷിക സഹായ വിഭാഗം മേധാവി മാർട്ടിൻ ഗ്രിഫിത്സ് പറയുന്നു. മധ്യഗസയിലെ ബുറായിജിലും നുസൈറത്തിലും അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നീങ്ങുകയാണ്. 2 ലക്ഷത്തിലേറെ പേർ പലായനം ചെയ്തതായി UN റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ കൂറ്റൻ ടാങ്കറുകളും സൈനിക വാഹനങ്ങളും പ്രദേശത്തേക്ക് നീങ്ങുന്നു. വടക്കൻ മേഖലയിൽ കൂടുതൽ പോരാട്ടത്തിന് സൈന്യം സജ്ജമാണെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹർസ് ഹലൈവി പറഞ്ഞു. ഇന്നലെയുണ്ടായ ബോംബാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുൾ ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകി. വടക്കൻ ഇസ്രായേലിൽ തീവ്രവാദികൾ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ സൈനിക നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു. നയതന്ത്ര പരിഹാരങ്ങൾക്കുള്ള സമയം അതിക്രമിച്ചതായും ഇസ്രായേൽ. ഇന്റർനാഷണൽ ഡെസ്ക് 24. വണ്ടിപ്പെരിയാറിൽ KPCCയുടെ ജനകീയ കൂട്ടായ്മ അടുത്ത മാസം 7 ചേരുന്നു. അവിടെ ഒരു പ്രതിരക്ഷപ്പെട്ടു പോയ സംഭവമൊക്കെ ഉണ്ടായി. അതിൽ മകളെ മാപ്പ് എന്ന പേരുള്ള കൂട്ടായ്മ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അതിനെ പൊളിറ്റിക്കലായി തന്നെ ഏറ്റെടുക്കുന്നു കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്. നല്ല കാര്യമാണ് കേട്ടോ. മലപ്പുറം കുറ്റിപ്പുറത്ത് BSNL ടവറിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശി പിടിയിൽ എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. അമർനാഥ് തങ്കച്ചൻ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നു, അയ്യമ്പുഴ ഏഴാറ്റുമുഖം പ്രദേശങ്ങളിൽ ആനശല്യം രൂക്ഷം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടം തൊഴിലാളികൾ ജോലിക്ക് പോകുന്നത് വളരെ അപകട സാഹചര്യത്തിലെന്ന് പറയുകയാണ്. എന്താണെന്ന് നോക്കാം. നമ്മുടെ ഏഴാറ്റുമുഖം നമ്മുടെ എറണാകുളത്തിനടുത്തുള്ള ഏഴാറ്റുമുഖമല്ലേ, ആലുവയ്ക്കടുത്തുള്ള അല്ലേ. മറ്റൊരു ആനയുടെ കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന ആന അവശ നിലയിൽ. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച കൊമ്പനാണ് എഴുന്നേൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത്. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ഇതിന് പ്രായാധിക്യമുണ്ട്, വയ്യ, എന്നിട്ടും അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നതാണോ പ്രശ്നമായത് മനീഷ്? നിലവിൽ ഇതിന്റെ പ്രായത്തിനെ സംബന്ധിച്ചും ചില തർക്കങ്ങളുണ്ട്. 65 വയസ്സ് ആണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിൽ ഇതിനെ 70 വയസ്സോളം പ്രായമെന്നാണ് പറയുന്നത് ഈ ആനയ്ക്ക്. അത് ഈ ആനയെ കൊണ്ടുവരുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട എഴുന്നള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വെട്ടിക്കാട് ചന്ദ്രശേഖരനെ എത്തിച്ചത്. ഈ മാവേലിക്കലിൽ നിന്ന് ഈ ആനയെ ലോറിയിൽ ചെങ്ങന്നൂരിലേക്ക് എത്തിക്കുന്ന സമയം തൊട്ട് തന്നെ ഈ ആന തളർന്നിരിക്കുകയായിരുന്നു. ഇന്നലെ കുഴഞ്ഞു വീണ ആന ഇന്ന് ഇത്രയും നേരമായിട്ടും എഴുന്നേക്കാത്ത രീതി. ഒന്ന് രാവിലെ ആയിരുന്നു ഇതിന്റെ എഴുന്നള്ളത്ത് സമയം. ഒപ്പം തന്നെ ഈ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും നിലവിൽ ഈ ആനയ്ക്ക് ഈ പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണോ എന്നറിയില്ല. ഈ ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഈ നിലവിൽ ഇത് കാരണം രാവിലെ 8-നുള്ള ശീവേലിക്ക് ആന പങ്കെടുത്തില്ല. ആനയ്ക്ക് പ്രായാധികം കാരണമുള്ള അവശതയാണെന്ന് ദേവസ്വം ബോർഡ് സ്വാഭാവികമായിട്ടുള്ള ഒരു അവശതയാണ്. ആനയ്ക്ക് എപ്പോഴും ചില സമയങ്ങളിൽ ആക്റ്റീവ് ആയിരിക്കില്ല. ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുള്ള ഒരു അസ്വാഭാവികത ഇല്ലാത്ത സംഭവമാണെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് മൃഗസ്നേഹികൾ, ആക്ടിവിസ്റ്റുകളൊക്കെ പറയുന്നത് ഈ ആനയ്ക്ക് കുറെ നാളുകളാണ്. കഴിഞ്ഞ തവണ മാവേലിക്കരയിൽ ഈ ആനയെ കൊണ്ടുവന്ന സമയത്ത് ആനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഡോക്ടർമാർ ഈ ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയുണ്ടായി. 2 മാസം മുമ്പ് ഇത് സംബന്ധിച്ച് കൊല്ലത്ത് നിന്നും പരിശോധന. ഒരു കാര്യം ഉറപ്പാണ്, ആനയ്ക്ക് വയ്യ എന്നുള്ളതാണ്. അതിന് വയ്യായിക വെച്ചുകൊണ്ട് അതിനെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നു എന്നുള്ളതാണ് മൃഗസ്നേഹികളും നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും പ്രായാധികം ഒരു ജീവിയാണല്ലോ, അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെ, പാവം, കാണുമ്പോൾ തന്നെ സങ്കടം വന്നു കിടപ്പ്. ഇവിടെ റീന സതീശൻ പറയുകയാണ്, ഹാഷ്മി ഉത്സവം കാണണമെങ്കിൽ കണ്ണൂർ വരണം. കാവുകളിലെ തെയ്യം, അമ്പലങ്ങളിലെ തിടമ്പെഴുന്നള്ളത്ത്, സ്റ്റേജ് ഷോസ്, വെടിക്കെട്ട്, തെയ്യം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ക്ഷണിക്കുന്നു കണ്ണൂരിലേക്ക്. എന്തായാലും ഒരു തെയ്യക്കാലത്ത് വന്നിരിക്കും. റീന സതീശൻ പറയുകയാണ് കേട്ടോ. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. 2024 പ്രസിഡന്റ് പ്രൈമറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ മെയിൻ സ്റ്റേറ്റ് ട്രംപിനെ അയോഗ്യനാക്കി. 2021 ക്യാപിറ്റോൾ ഹിൽസ് കലാപത്തിൽ ട്രംപിന് പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അയോഗ്യതാ നടപടി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ട്രംപിനെ കൊളറാഡോ സുപ്രീംകോടതി വിലക്കിയതിന് പിന്നാലെയാണ് മെയിൻ സ്റ്റേറ്റിന്റെ നടപടി. ബാലറ്റിൽ നിന്ന് ട്രംപിന്റെ പേര് നീക്കം ചെയ്തു. മെയിൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഷെന്ന ബെലോസ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2021 ക്യാപിറ്റോൾ ഹിൽസ് കലാപത്തിൽ ട്രംപിന് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. സർക്കാരിന്റെ അടിത്തറയിളക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ US ഭരണഘടന അംഗീകരിക്കില്ലെന്നും ഉത്തരവിൽ ഷെന്ന ബെലോസ് വ്യക്തമാക്കി. ഭരണഘടനയുടെ 14-ാം ഭേദഗതിയുടെ 3-ാം വകുപ്പ് പ്രകാരം പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നതിൽ ട്രംപ് അയോഗ്യനാണെന്നായിരുന്നു കൊളറാഡോ കോടതിയുടെ നിരീക്ഷണം. സമാനമായ കാരണങ്ങളാലാണ് മെയിൻ സ്റ്റേറ്റിലും ട്രംപ് വിലക്ക് നേരിടുന്നത്.
അപ്പീൽ നൽകുമെന്ന് ട്രംപിന്റെ പ്രചരണ വിഭാഗം വക്താവ് സ്റ്റീവൻ ചൂങ് അറിയിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വിലക്ക് നേരിടുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പോൾ വലിയ പ്രതീക്ഷകളൊക്കെ ട്രംപിനുണ്ടായിരുന്നു. ബൈഡന് മോൾ വരാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷകൾ കേൾക്കുന്ന ആദ്യ ആഘാതമാണ്. നമുക്ക് നോക്കാം. അവിടെയും ഈ പറഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങുകയാണല്ലോ. ഡിജു ഡാനിയൽ പറയുന്നു, KSRTC ഇൻ സേഫ് ഹാൻഡ്സ്, ഗണേഷ് കുമാർ ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ഹാൻഡിൽ ഇറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ആ പ്രസ്ഥാനം കേരളത്തിന് ആവശ്യമുള്ള പ്രസ്ഥാനമാണ് KSRTC. അതിനെ വലിയ ലാഭത്തിലൊന്നും ആക്കാൻ പറ്റത്തില്ലെങ്കിലും അതിനെ നഷ്ടമില്ലാതെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി അത് ഓടേണ്ടതാണ് എല്ലാ കാലവും. അതിന് ഗണേഷ് കുമാറിന് കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുകയുമാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുത്തേക്കും എന്നൊരു സൂചന ഇപ്പോൾ വരുന്നുമുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പങ്കെടുപ്പിക്കരുതെന്ന് യൂത്ത് കോൺഗ്രസ്. ഗവർണർ സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണെന്നും പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ച സംഘാടക സമിതി നിലപാട് പുനഃപരിശോധിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ ആവശ്യപ്പെട്ടു. ഗവർണർ പദവിയിലിരിക്കുന്നയാളെ അപമാനിക്കുന്നത് ശരിയല്ലെന്നും സംഘാടക സമിതി ചെയർമാനും UDF മലപ്പുറം ജില്ലാ ചെയർമാനുമായ PT അജയ മോഹനും വിയോജിപ്പ് വ്യക്തമാക്കി. അദ്ദേഹം പങ്കെടുക്കുന്ന ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ഞാൻ പങ്കെടുക്കില്ല എന്ന് നേരത്തെ കൂട്ടി ബന്ധപ്പെട്ടവരെ അറിയിച്ചു. ജനുവരി 10 എരമംഗലത്ത് നടക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണൻ അനുസ്മരണത്തിൽ ഗവർണർ എത്തിയാൽ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് പൊന്നാനി MLA P നന്ദകുമാർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഘാടക സമിതിയെ വിമർശിച്ചും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. കേരളത്തിലെ സർവകലാശാലകളിൽ കാവ്യ പരവതാനി വിരിക്കുന്ന ഗവർണറെ PT മോഹനകൃഷ്ണൻ ട്രസ്റ്റിന്റെ പേരിലുള്ള അവാർഡ് നൽകുവാൻ വിളിക്കരുത്. ഇക്കാര്യത്തിൽ സംഘാടക സമിതി പുനർവിചിന്തനം നടത്തണമെന്നും ഹാരിസ് മുത്തൂർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഗവർണർ എന്ന പദവിക്കാണ് പ്രാധാന്യമെന്നും ഗവർണറെ പങ്കെടുപ്പിക്കുന്നത് സംഘാടക സമിതി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും UDF മലപ്പുറം ജില്ലാ ചെയർമാൻ PT അജയ മോഹൻ. PT മോഹനകൃഷ്ണന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആദരവ് അത് അദ്ദേഹം മരിച്ചതിന് 4ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിനും നാട്ടുകാർക്കും ആ ഗവർണർ എന്നുള്ള പദവി, ആ പദവി അലങ്കരിക്കുന്നത് ആരാന്നുള്ളതല്ല, ആ പദവിക്കാണ് ഞങ്ങൾ എല്ലാ വിലയും കൊടുക്കുന്നത്. ഗവർണറെ ബഹിഷ്കരിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചതോടെ ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ ഗവർണറെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാവുകയാണ്. 24 തിരൂർ. അപ്പോൾ ഗവർണറെ ആനയിക്കരുത് എന്ന് പറയുകയാണ് യൂത്ത് കോൺഗ്രസ്. അത് ഏത് രീതിയിലാകും അത് പുരോഗമിക്കാമെന്ന് കാത്തിരുന്ന് കാണാം. എന്താ രതീഷ് രഘുനാഥ് പറയുന്നു, പത്തനംതിട്ട പടയണിയും വലിയ ഉത്സവം ആണേ കണ്ണൂരുകാരി. അപ്പോൾ കണ്ണൂരുകാരുടെ അല്ലെങ്കിൽ റീന സതീശിനെ ചെക്ക് വെക്കുന്നു നമ്മുടെ പത്തനംതിട്ടക്കാരനായ രതീഷ് രഘുനാഥ്. അങ്ങനെ നമ്മൾ പ്രാദേശികത പറഞ്ഞല്ല എന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും നമ്മുടെ എല്ലാവരുടേതുമാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മനസ്സ് നിറഞ്ഞ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ അല്ലേ. കാസർഗോഡ് ഏണിയർപ്പിൽ 17 വർഷം മുമ്പുള്ള ബില്ല് കുടിശ്ശികയുടെ പേരിൽ കുടിവെള്ള പദ്ധതിയുടെ ഫ്യൂസ് ഊരിയ KSEBയുടെ നടപടിയിൽ ഇടപെട്ട് ജില്ലാ കളക്ടർ. അടിയന്തരമായി വൈദ്യുതി നൽകണമെന്ന് കളക്ടർ K ഇമ്പശേഖറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് KSEB ഫ്യൂസ് ഇട്ടു. 50 കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന കുടിവെള്ള പദ്ധതി മുടങ്ങിയ വാർത്ത 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. 2006 മുതൽ 2008 വരെയുള്ള ബിൽ കുടിശ്ശികയായി 11,89,774 രൂപ അടക്കണമെന്നായിരുന്നു ജനകീയ കമ്മിറ്റിക്ക് ലഭിച്ച നോട്ടീസ്. 10 ദിവസം മുമ്പ് KSEB കുടിവെള്ള പദ്ധതിയുടെ ഫ്യൂസ് ഊരി. നാട്ടുകാർ പ്രതിഷേധമുയർത്തിയെങ്കിലും KSEBക്ക് കുലുക്കമുണ്ടായില്ല. വിഷയം 24 റിപ്പോർട്ട് ചെയ്തതോടെയാണ് ജില്ലാ കളക്ടറുടെ ഇടപെടലുണ്ടായത്. പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം ജനങ്ങളുടെ കുടിവെള്ളം മുടങ്ങരുതെന്ന നിലപാട് കളക്ടർ സ്വീകരിച്ചു. അടിയന്തരമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് KSEB ഫ്യൂസ് ഇട്ടു. ജനങ്ങളും ഹാപ്പി. 10 ദിവസമായില്ലേ വെള്ളം വരാത്തതുകൊണ്ട്, അതുകൊണ്ട് നല്ല സന്തോഷമായി. നമ്മ കളക്ടർ ഓഫീസിലേക്ക് പോയി കളക്ടർ ഇമ്പശേഖരൻ ഇവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇത്രയും നല്ല എല്ലായിടത്തും ഇങ്ങനെ അറിയാനായത് നമ്മൾ 24 ചാനലുകാരാണ്. ഇവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ചില വീട്ടുകാർക്ക് വെള്ളമില്ല, തീരെ എന്ത് വെള്ളമില്ല, വേറെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഉപയോഗിച്ചുണ്ടായത്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടും എന്തുകൊണ്ട് 2 വർഷക്കാലം ബില്ലടച്ചില്ല എന്നതിൽ പഞ്ചായത്ത് മറുപടി പറയണം. 17 വർഷങ്ങൾക്ക് ശേഷമുള്ള ഫ്യൂസൂരൽ നടപടി സത്യത്തിൽ പ്രഹസനവുമാണ്. വിജീഷ് അണങ്കൂറിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. ഒരു പ്രേക്ഷകൻ എനിക്ക് വാട്സാപ്പിൽ അയച്ചൊരു മെസ്സേജ് ആയിരുന്നു. വർക്കല മൈതാനം ഏരിയ വെള്ളമില്ലാതായിട്ട് 6 ഡേയ്സായി, ശിവഗിരി പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന് പേരറിയാത്തൊരു പ്രേക്ഷകനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ഈ പല ഗ്രൂപ്പുകളിലേക്ക് പോയത് കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് നേരിട്ട് മെസ്സേജ് അയക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. കാര്യം അവർക്ക് നമ്പർ അറിയാത്തവർക്ക് നമ്പർ എത്തിച്ചു കൊടുക്കുകയായിരുന്നു പോരാളി ഷാജിമാർ. താങ്ക് യു പോരാളി ഷാജി. പത്തനംതിട്ട വനം വകുപ്പ് ഓഫീസുകളിലെ വിജിലൻസ് പരിശോധനയിൽ ലഭിച്ചത് ഞെട്ടിക്കുന്ന അഴിമതിയുടെ വിവരങ്ങൾ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ലാപ്ടോപ്പും ബൊലേറോ ജീപ്പും വാങ്ങിച്ചത് വനവികസന ഫണ്ടിൽ നിന്നാണെന്ന് വിജിലൻസിന് തെളിവ് കിട്ടി. വനം വകുപ്പിന്റെ വിവിധ കരാറുകളിലും വൻ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. 24 എക്സ്ക്ലൂസീവ്.
വനവികസന പ്രവർത്തനങ്ങൾക്ക് മാത്രം ചിലവാക്കാൻ അനുമതിയുള്ള പണം. ഇതിൽ നിന്നാണ് വനം വകുപ്പ് മറ്റാവശ്യങ്ങൾക്കായി തുക ചിലവഴിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാൻ ബൊലേറോ ജീപ്പും ലാപ്ടോപ്പും വാങ്ങിച്ചതുൾപ്പെടെ ഈ ഫണ്ടിൽ നിന്നാണ്. DFIയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിയതും ഇതിലുൾപ്പെടും. വനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന് പണം ചെലവഴിച്ചത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിജിലൻസിന്റെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ വിവിധ കരാറുകളുടെ ക്രമക്കേടാണ്. മിക്ക കരാറുകളും ബിനാമി പേരുകളിലാണ്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ സംഘടനാ നേതാവായ ഒരാളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വനം വകുപ്പിനായി വെബ്സൈറ്റ് നിർമ്മിക്കാൻ 1 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുവെന്നും കണ്ടെത്തലുണ്ട്. എന്നാൽ ഇതുവരെ വെബ്സൈറ്റ് നിലവിൽ വന്നില്ല. റിപ്പോർട്ട് സംസ്ഥാന വിജിലൻസ് മേധാവിക്ക് കൈമാറി. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ഓക്കെ, തപാൽ വകുപ്പിലെ ഒഴിവുകൾ ചെറുതല്ല, അതെന്താ വിളിക്കാത്തതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഹാഷ്മി, കളമശ്ശേരിയിൽ നടന്ന സംഭവത്തെ പറ്റിയുള്ള വാർത്തകൾ കാണുന്നില്ല. ഉണ്ട്, അതിൻ്റെ ഫോളോ അപ്പുകൾ, അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ വാർത്തയിൽ തന്നെയാണ്. ഓക്കെ, വ്യക്തിപരമായ ക്ഷണം എന്ന നിലയിലായിരിക്കും സോണിയാഗാന്ധി അയോധ്യ നമ്മുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുക. കനത്ത മഴയിൽ കുന്നിടിഞ്ഞ് വീണ് വീട് തകർന്നിട്ടും മണ്ണും കല്ലും നീക്കം ചെയ്യാൻ അനുമതി നൽകുന്നില്ലെന്ന് പരാതി. തൃശൂർ പൂളാക്കല്ലിലെ ഫിലിപ്പും കുടുംബവുമാണ് അന്തിയുറങ്ങാൻ ഇടമില്ലാത്ത അവസ്ഥയിൽ നരകിക്കുന്നത്. നവംബർ 4 പെരുമഴ, വൈദ്യുതിയില്ല. ഹാളിനുള്ളിൽ ഒരു മെഴുകുതിരി വെളിച്ചത്തിന് കീഴിലായിരുന്നു ഫിലിപ്പും ഭാര്യ ജോമോളും സഹോദരൻ ജോബിയും. ഞൊടിയുടെ കാതടപ്പിക്കുന്ന വലിയ ശബ്ദം. നിമിഷങ്ങൾക്കകം കുന്നിടിഞ്ഞ് കല്ലും മണ്ണും കുത്തിയൊലിച്ചു വീണ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മൺകൂനയായി. ഞാൻ അനിയനും ഉണ്ടായിരുന്നു. അനിയൻ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പത്തേക്ക് അനിയൻ കിടക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അനിയൻ ചേച്ചി ഞാൻ കിടക്കാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ സമയത്താണ് ഒച്ച കേട്ടത്. അപ്പത്തേക്ക് എന്തോ വീരുന്ന ഒച്ച കേട്ടു. അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങോട്ട് ഇടിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. വനഭൂമി പതിച്ചു കിട്ടിയ പട്ടയമായതിനാൽ ഒരു കല്ലെടുത്തു മാറ്റണമെങ്കിൽ കൂടി കളക്ടറുടെ അനുമതി വേണം. വില്ലേജ് ഓഫീസ് മുതൽ ജില്ലാ കളക്ടറുടെ ഓഫീസ് വരെ അപേക്ഷയുമായി കയറി ഇറങ്ങി. ഒന്നും സംഭവിച്ചില്ല. ഒരു ഫയൽ പോലും നീങ്ങിയില്ല. പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുത്തൊരു അപേക്ഷ കളക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കളക്ടർക്ക് കൊടുത്തായിരുന്നു. നമ്മൾ ഈ സ്ക്വാഡിനെ വെച്ച് ഒരു 5 പേരുടെ ഒരു സ്ക്വാഡിനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിതുവരെ വന്നിട്ടില്ല. സ്ഥലപരിശോധനയ്ക്കായി കളക്ടർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചതും കടലാസിലൊതുങ്ങി. 1960 ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയഭൂമിയിലെ മണ്ണ് നീക്കം ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു നിയമം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മണ്ണ് നീക്കുന്നതിനകത്ത് ഇവർ ഇത്രയും വലിയ ഒരു ബന്ധപ്പെട്ട ഓഫീസുകളുമായി പോകേണ്ട ഒരു സാഹചര്യം വരുന്നത്. അപകടം നടന്ന ദിവസം സുഹൃത്തിന്റെ വീടാണ് അഭയം. ഇനിയും എത്ര നാൾ ഇവിടെ കഴിയണമെന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത്. വർഷങ്ങളോളം സ്വരുക്കൂട്ടിയുണ്ടാക്കിയ വീടെന്ന സ്വപ്നമാണ് ഒരു മഴക്കാലത്ത് ഇതുപോലെ തകർന്നടിഞ്ഞത്. എന്നാൽ ഇന്നീ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കുന്നത് ചുവപ്പുനാടയുടെ അഴിയാക്കുരുക്കാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ആരാധ ഷാർക്കെ, അത് പാർട്ടിയുടെ തീരുമാനമാണോ, സോണിയാഗാന്ധി നേരിട്ടെടുക്കുന്ന ഒരു തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ ഇതില് ഹാഷ്മി, നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോണിയാഗാന്ധി വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഈ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അവരത് പരസ്യമാക്കിയിട്ടില്ല. എന്നാൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നത് ആണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ സംഘാടകരുമായി ബന്ധപ്പെട്ടും അതിന് അനുബന്ധമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള മുൻ രീതിയിൽ ഉള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സോണിയാഗാന്ധി നേരത്തെ അവരെ ക്ഷണിച്ച ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ക്ഷണിച്ചതിനോട് ഏതെങ്കിലും വിധത്തിൽ ഒരു എതിരഭിപ്രായം പറഞ്ഞിരുന്നില്ല. മറിച്ച് പരമാവധി പങ്കെടുക്കാൻ താൻ ശ്രമിക്കും എന്നുള്ളതായിരുന്നു അവർ അന്ന് വന്ന് കണ്ട ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ചമ്പത് റായിയോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ദിവസങ്ങൾ പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ സംഘടനാപരമായിട്ടുള്ള നിലപാട് ഇന്ന് അടക്കമുള്ള ദിവസങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ട് നേതാക്കൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ആ ക്ഷണം അവരാണ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എന്ന വിധത്തിലായിരുന്നു ആ നിലപാട്. ഇത് കൂടി
കണക്കിലെടുത്തുകൊണ്ട് സോണിയാഗാന്ധി ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സോണിയാഗാന്ധി 22-ാം തീയതി ചടങ്ങിൽ പങ്കെടുക്കും. കാരണം സോണിയാഗാന്ധിക്ക് ആ തീരുമാനമെടുക്കാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങളും സോണിയാഗാന്ധിക്ക് മുന്നിൽ ഉണ്ട്. കാരണം ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു എതിർ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സോണിയാഗാന്ധിയെ പോലും പ്രത്യേകിച്ച് ഈ നെഹ്റു കുടുംബത്തെ പോലും രാഷ്ട്രീയമായിട്ടും ഒപ്പം വ്യക്തിപരമായിട്ടും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കും ഒക്കെ കാരണമാകും. കോൺഗ്രസിന് പോലും രാജീവ് ഗാന്ധിയുടെ 86-ലെ നടപടിയൊക്കെ ഉണ്ട്. അങ്ങനെ ചരിത്രപരമായ പല കാരണങ്ങൾ സോണിയാഗാന്ധി പങ്കെടുക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് അതിൻ്റെ ആലോചനയിലാണ്. സോണിയാഗാന്ധി ചിലപ്പോൾ പങ്കെടുത്തേക്കുമെന്ന് അത് വ്യക്തിപരമാണെന്ന് അറിഞ്ഞു. വ്യക്തിപരമായി ആർക്കും പോകാം എന്ന നിലപാടിലേക്ക്. എന്നാൽ പാർട്ടി ഔദ്യോഗികമായ ഒരു ഡെലിഗേറ്റ് സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കുന്നില്ല എന്നും കേൾക്കുന്നു. നീരജ പറയുകയാണ്, മാതാപിതാക്കൾ മരിച്ച കുട്ടികളുടെ സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷത്തെ ആർക്കും കിട്ടിയിട്ടില്ല, ഒന്ന് റിപ്പോർട്ട് ചെയ്യോ? നോക്കാം ചേച്ചി, നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ 1.5 മണിക്കൂർ നമ്മുടെ വാർത്തായാത്ര അങ്ങനെ തൽക്കാലം പൂർണ്ണമാവുകയാണ്.